അനവധ്യ സ്നേഹത്തിനുറവിടമാ അനുപമനാഥന്റെ വരവായി. അനവധ്യ സ്നേഹത്തിനുറവിടമാ അനുപമനാഥന്റെ വരവായി. കാലമായി പ്രിയരെ ഒരുങ്ങിടുവിൻ, കാഹളത്തിൻ നാദം കേട്ടിടുന്നു. സഭയാം കാന്തയെ ചേർത്തിടുവാൻ രാജാവായി വാനിൽ വന്നിടാൻ, രാജാവായി വാനിൽ വന്നിടാൻ. അനവധ്യ സ്നേഹത്തിനുറവിടമാ അനുപമനാഥന്റെ വരവായി. അനവധ്യ സ്നേഹത്തിനുറവിടമാ അനുപമനാഥന്റെ വരവായി. കർത്താവിൽ വാത്സല്യമുള്ളവരെയും, നിരന്തരമായി ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിലൂടെ അനുഗ്രഹീതരാകുവാൻ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷവും ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഭദ്രാസന കൺവെൻഷൻ ഭംഗിയായി ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 54 വർഷങ്ങളിൽ അനുഗ്രഹീതമായ ദൈവവചനം കൺവെൻഷനിലൂടെ പ്രഘോഷിക്കപ്പെട്ടു. ധാരാളം ദൈവദാസന്മാർ കൺവെൻഷനിൽ വന്ന വചനം നമുക്ക് വിഭാഗിച്ചു തന്നു. 5ാമത് കൺവെൻഷനിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനം ഈ കാസറ്റിലൂടെ വിശ്വാസ സമൂഹത്തിന് കേൾക്കുവാൻ ഇടയാകുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞ ചില വർഷങ്ങളായി ഭംഗിയായി നടക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ദൈവവചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തിയാകുന്നു. സമൂഹത്തിൻ്റെ ഉത്തമമായ ജീവിതത്തിന്, അനുഗ്രഹീതമായ ജീവിതത്തിന് ഉതകുന്ന പ്രചോദനം ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വചനം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു, പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദൈവരാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ ദൈവവചനത്തിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. സമൂഹത്തിന് നാം അനുഗ്രഹമായിരിക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിലൂടെ നാം അനുഗ്രഹീതരാകണം. ദൈവവചനം നമ്മെ രൂപാന്തരപ്പെടുത്തണം, നമ്മെ തിരുത്തണം. നാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിത്തീരും. ഈ വർഷത്തെ കൺവെൻഷൻ്റെ വചന കേൾവിയിലൂടെ നാം അനുഗ്രഹീതരായിത്തീരുവാൻ വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും സമൂഹമായും നമുക്ക് ഇത് അനുഗ്രഹമായി തീരുവാൻ, അതുമൂലം നാം വസിക്കുന്ന ഇടങ്ങൾ, നാം പ്രവർത്തിക്കുന്ന മേഖലകൾ അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം വചന കേൾവിയിലൂടെ നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ വചന കേൾവി എല്ലാ വിധത്തിലും ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീൻ എന്ന ചിന്താവിഷയമാണല്ലോ നാം നിരന്തരമായി ഈ വർഷം കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം എഴുന്നേൽപ്പീൻ നാം പോക എന്ന ആഹ്വാനം നൽകി. എന്തിനായി നാം പോകണം? ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സാക്ഷികളാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് വചനത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനത്തിലൂടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിലെ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായിത്തീരുവാൻ, അനുഗ്രഹീതമായ സാക്ഷ്യം നിറവേറ്റുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഈ വചന കേൾവി മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. വാഴ്ത്തപ്പെട്ടവനുമാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷത്തിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വം ാകുന്നു. ആമേൻ. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പരമപിതാവേ, ചരിത്രത്തിലൂടെ അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷണീയ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനായി സഭയായി ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹത്തിനായി സ്തോത്രം. സുവിശേഷ സന്ദേശം മനുഷ്യ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കുവാൻ വർഷങ്ങളായി ഭദ്രാസന കൺവെൻഷനെ അവിടുന്ന് ഉപയുക്തമാക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഈ വചനാനുഭവത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വന്തം പരിമിതികളെ തിരിച്ചറിയുന്ന, ഏത് മേഖലയിലാണ് ഞങ്ങൾ മെച്ചപ്പെടേണ്ടത് എന്ന് സ്വയം മനസ്സിലാക്കുന്ന വലിയ മുഖാന്തരമായി ഈ ആധ്യാത്മിക ശുശ്രൂഷയെ അവിടുന്ന് രൂപപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നേർ നൽകുന്ന തിരുമേനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പങ്കെടുക്കുന്ന ജനത്തെ അവിടുന്ന് വാഴ്ത്തണമേ. സമൂഹത്തിന് സുഗന്ധമായി, സമൂഹത്തിന് സൗരഭ്യമായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കുന്ന വലിയ മുഖാന്തരമായി ഈ ആധ്യാത്മിക ശുശ്രൂഷയെ അവിടുന്ന് രൂപപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ധീരിക്കണമേ. സമർപ്പണത്തെ പുതുക്കണമേ. യോഗത്തോടുനീളം കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കരങ്ങളിടിച്ച് കൂടെ പാടുക. 95. നമ്മെ എടുത്തിടുമ്പോൾ
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ തിരുമേനി, ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്ത് ഈ പന്തൽ പ്രാർത്ഥനാപൂർവം ആഗതരായിട്ടുള്ള ദൈവമക്കളേവരുമേ, എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ നിസ്തുല്യനാമത്തിൽ സന്ധ്യാവന്ദനം, സ്നേഹവന്ദനം അറിയിക്കട്ടെ. 2013 ആണ്ടിൽ ഇവിടെ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നിങ്ങളോടൊന്നിച്ച് പങ്കുചേരാനും പഠിക്കാനും എനിക്ക് ഭാഗ്യമൊരുക്കി തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ആണ്ടിൽ നമ്മുടെ ചിന്താവിഷയമായി വേർതിരിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനത്തിൽ യേശു മശിഹ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗോന്നതങ്ങളിലേക്ക് കരേറിപ്പോകുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ തൻ്റെ അപ്പോസ്തലന്മാർക്ക് കൈമാറിയ മശിഹായുടെ അന്ത്യകൽപ്പനയാണ്. ആ കൽപ്പന സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ പകൽ മീറ്റിങ്ങുകളിലും രാത്രി യോഗങ്ങളിലും നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വിലപ്പെട്ട ആലോചനകൾ ഈ ദിനങ്ങളിൽ നാം പ്രാപിക്കുമ്പോൾ എത്ര യോഗങ്ങളിൽ സംബന്ധിച്ചു, എത്ര പ്രഭാഷണങ്ങൾ കേട്ടു എന്നതിലല്ല പുണ്യം. കേട്ടതെന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനിടയായി എന്ന ആലോചനയും തീരുമാനവുമാണ് ഉണ്ടാകേണ്ടത്. ആ വിഷയത്തെ അധികരിച്ച് വീണ്ടും ദൈവാത്മാവ് സംസാരിപ്പാൻ തീരുമാനിക്കുമ്പോൾ അതേ വാക്യം തന്നെ ഇന്നത്തെ പഠനത്തിനായി വേർതിരിക്കുകയാണ്. ആ വാക്യത്തിൻ്റെ വ്യക്തതയ്ക്കു വേണ്ടി അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചു കേൾപ്പിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയായിൽ എല്ലായിടത്തും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് ശിരസ്സുകൾ നമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദി പറയുന്നു. വന്നതല്ല ഞങ്ങളിവിടെ, കൊണ്ടുവന്നതാണ് നീ. നിന്നതല്ല ഞങ്ങൾ ഇന്നോളം, നിർത്തിയതാണ് നിൻ്റെ കൃപ. യോഗ്യതയല്ല, കൃപ തന്നെ. ഞങ്ങളത് സമ്മതിക്കട്ടെ. ഈ രാത്രി ഞങ്ങളെ വിളിച്ച് തൃപ്പാദപീഠത്തിൽ ഇരുത്തിയപ്പോൾ നിനക്ക് വ്യക്തമായ ചില പദ്ധതികളുണ്ടല്ലോ ദൈവമേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ തിരുമുമ്പിൽ വരുമ്പോൾ ഞങ്ങൾക്ക് തമ്പുരാനോട് പറവാനുള്ളത് ഞങ്ങൾ പറയുന്നു. എന്നാൽ ഞങ്ങൾ വചനപ്രഘോഷണ വേദിയിൽ വരുമ്പോൾ തമ്പുരാന് ഞങ്ങളോട് പറവാനുള്ളത് പറയുന്നു. അവിടുത്തെ തിരുവായിൽ നിന്ന് കേൾപ്പാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കുകയും ഹൃദയങ്ങളെ തുറക്കുകയും ചെയ്യണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്നതെല്ലാം ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള രൂപപ്പെടലിന് ഉതകുമാറ് അവിടുത്തെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അന്തരീക്ഷത്തെ അവിടുന്ന് ഏറ്റെടുത്ത് നിയന്ത്രിക്കണമേ. ചുറ്റുപാടും അവിടുത്തെ ശക്തമായ കൃപ വ്യാപരിക്കണമേ. ഞങ്ങൾ ഇരിക്കുന്ന പന്തലിന് മുകളിൽ സ്വർഗം തുറന്നു വയ്ക്കണമേ. ദൂതന്മാർ ഊരിയ വാളുമായി ഇവിടെ ഇറങ്ങുകയും കയറുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ വ്യാപാരം ഈ പന്തലിലുണ്ടാകണമേ. പരിശുദ്ധാത്മാവ് ഇവിടെ പനിമഞ്ഞായി പെയ്യണമേ, കൊടുങ്കാറ്റായി വീശി അടിക്കണമേ. ദൈവമേ, ഞങ്ങൾ ആത്മവിവശതയിലാകുവോളം അഭിഷേകാഗ്നി പെയ്യണമേ. നിൽക്കുന്ന നിൻ്റെ ദാസനെ ബലപ്പെടുത്തിക്കൊള്ളണമേ. തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി മാത്രം സംസാരിപ്പാൻ, തിരുഹിതം മാത്രം വെളിപ്പെടുത്തുവാൻ ഇടവരുത്തണമേ. അടിയങ്ങളെ മുറ്റുമായി തൃപ്പാദപീഠത്തിൽ അർപ്പണം ചെയ്യുന്നു പ്രാണപ്രിയ.
പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം കർത്താവെടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം നിങ്ങൾക്ക് പരിചിതമാണ്. ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം വായിച്ചിട്ടുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ, നനച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. വായിച്ചു തീർക്കുന്നതിനപ്പുറത്ത് മനനം ചെയ്യാൻ പലപ്പോഴും നാം മിനക്കെടാറില്ല എന്നൊരു കുറവ് നമുക്കുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഐഹിക വ്യാപാര നാളുകൾ അവസാനിച്ചു. കാൽവരിയേറിയ കർത്താവിനെ കല്ലറയിൽ വെച്ചെങ്കിലും മരണത്തെ ജയിച്ചവൻ ഉദ്ധിതനായി തൻ്റെ അപ്പോസ്തലന്മാർക്ക് പലവട്ടം അവൻ പ്രത്യക്ഷനായി. ഭൗമലോകവാസത്തിനപ്പുറത്ത് പ്രത്യാശാനിർഭരമായ വാഗ്ദത്തം പാലിപ്പാൻ, വീടൊരുക്കാൻ ഉന്നതങ്ങളിലേക്ക് കരയേറിപ്പോകുന്നതിന് മുമ്പുള്ള ദിവസത്തിൽ, അല്ലെങ്കിൽ അന്നേ ദിവസത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ സന്ദർശിച്ചു. അവർ ഒരുമിച്ചായിരുന്നപ്പോൾ കർത്തൃശിഷ്യന്മാർ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. ഗുരോ, ഈ കാലത്തിൽ തന്നെയോ അങ്ങ് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി ഇസ്രായേലിന് ഭരണം കൊടുക്കുന്നത്? ഒരുപക്ഷെ ആ ചോദ്യത്തിൻ്റെ പിന്നിൽ എന്തായിരുന്നിരിക്കാം അവരെ ഭരിച്ച വികാരം. ഭൗമലോകത്തെ ഒരു അധികാരത്തെക്കുറിച്ചാണ് അപ്പോഴും അവരുടെ സ്വപ്നം. യേശു ഇസ്രായേലിൻ്റെ രാജ്യത്തെ യഥാസ്ഥാനപ്പെടുത്തി രാജാവായി വാഴുമെന്നാണ് അവരുടെ തൃഷ്ണ, അവരുടെ ഇച്ഛ. പ്രിയപ്പെട്ടവരെ, അത് യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാണെന്നാണ് അവരുടെ ചോദ്യം. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏതോ മനുഷ്യരും ആഗ്രഹിക്കുന്നതും ഇതിന് സമാനമായ കാര്യങ്ങളാണ്. ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് ദൈവീക പദ്ധതിക്ക് കാതോർക്കുന്ന ആളുകൾ, ദൈവീക പദ്ധതികൾ മനുഷ്യൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല എന്നറിയാൻ പലപ്പോഴും നമുക്കാകുന്നില്ല. ദൈവത്തെ നമ്മുടെ പദ്ധതിയിലേക്ക് ആവാഹിച്ചിറക്കുകയാണ് പലപ്പോഴും നാം ചെയ്തു വരാറുള്ളത്. എന്നാൽ നമ്മുടെ പദ്ധതികൾ ദൈവത്തിൽ ആരോപിച്ച് അത് ദൈവത്തിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല നമ്മുടെ ആത്മീക ദർശനത്തിൽ ഉണ്ടാകേണ്ടത്. പിന്നെയോ ദൈവപദ്ധതി നടപ്പാകുന്നത് എപ്പോഴെന്ന് ആലോചിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി കളയാതെ നമ്മളെ ദൈവം ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ നിർവഹിക്കുകയാണ് നമുക്ക് കാമ്യമായിട്ടുള്ളത്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷവും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക? എപ്പോഴാണ് എൻ്റെ കഷ്ടതയ്ക്ക് ഒരു അറുതി വരിക? എന്നാണ് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുക? എന്നാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക? എപ്പോഴാണ് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടാവുക? എൻ്റെ രോഗമെന്നെങ്കിലും മാറുമോ? ഇതൊക്കെ ലൗകിക ബന്ധിതമായി മനുഷ്യൻ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. യേശു തൻ്റെ അപ്പോസ്തലന്മാരുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടി, നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴെന്ന് ആരാഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടമാക്കുന്നത് എന്തിന്? ദൈവം പ്രവർത്തിക്കുന്ന സമയം എപ്പോഴാണെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയം നിശ്ചയിക്കുന്നത് മനുഷ്യൻ്റെ അജണ്ടയിൽപ്പെട്ട കാര്യമല്ല. മനുഷ്യനെ ഏൽപ്പിച്ച കാര്യമാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ പണികൾ തീരുമാനിക്കേണ്ടത് മനുഷ്യനല്ല. ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ടതും മനുഷ്യനല്ല. എന്നാൽ മനുഷ്യൻ അറിയേണ്ടത് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ എത്ര നന്നായി ചെയ്യുന്നു എന്നാണ്. ഇന്നിൻ്റെ ഒരു നൊമ്പരമാണ് ഈ പറയുന്ന വിഷയം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേർ ദൈവീക നടത്തിപ്പിനു വേണ്ടി അല്ലെങ്കിൽ ദൈവീക നടപടികൾക്ക് വേണ്ടി ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ സമയം കളയുകയാണ്. എന്നാൽ ദൈവം എനിക്ക് തന്ന വിലപ്പെട്ട നിയോഗത്തിൻ്റെ പ്രാവർത്തികതയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. കർത്താവ് ശിഷ്യന്മാരോട് തീർത്ത് പറഞ്ഞു, ദൈവം പ്രവർത്തിക്കേണ്ട സമയം തീരുമാനിക്കുന്നത് നിങ്ങളല്ല, അത് ദൈവം തീരുമാനിച്ചു കൊള്ളും. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, ഉയരത്തിൽ നിന്ന് ശക്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് വരും, വരാതിരിക്കില്ല. ഉയരത്തിൽ നിന്ന് ശക്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നിങ്ങൾ പുറപ്പെട്ട് എൻ്റെ സാക്ഷികളാകും. യെരുശലേമിലും യഹൂദിയായിലും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ
സാക്ഷികൾ ആകും. ആകുവീൻ എന്നല്ല കർത്തൃകൽപ്പന, ആകും. അവിടെ നാം ആഴമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ആകുവീൻ എന്നാണ് പലപ്പോഴും പഠിപ്പിക്കപ്പെടുന്നത്. മനുഷ്യൻ വിചാരിച്ചാൽ ആകാവുന്ന ഒന്നല്ലത്. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. പലരും വിചാരിച്ചിട്ട് എന്തേ കർത്തൃസാക്ഷിയാകാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ ശക്തി അവർ പ്രാപിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥം. ചില ആളുകൾ ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്നുള്ളതാണ്. ഇന്ന് പല ആളുകളും സ്വന്തം ബുദ്ധി കൊണ്ട് പരിശ്രമം ചെയ്ത് കർത്തൃവേല ചെയ്യുന്നു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയാകുന്നു എന്നൊക്കെ പലതും ചെയ്തു കൂട്ടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പ്രാവർത്തികമാകുന്നില്ല. പ്രാവർത്തികമാകാത്തതിൻ്റെ കാരണം തേടുമ്പോൾ നാം അറിയുന്നു ആത്മശക്തി അവിടെ ഇല്ല. ഇന്ന് പല ആളുകളും അവരുടെ ബുദ്ധിക്കനുസരിച്ചാണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. തങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന പേരിൽ പലതും ചെയ്തെടുക്കുന്നത്. അതെല്ലാം ഫലം കാണാതെ പോവുകയോ പരാജയപ്പെടുകയോ ചെയ്യും. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുള്ള ദൈവഹിതമാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. കാത്തു പ്രാർത്ഥിച്ചിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ പിളർന്ന അഗ്നിനാവുകൾ പോലെ ഇറങ്ങി ആവസിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭൗമപ്രഭ അവരെ മറ്റൊരു ശക്തിയാൽ നയിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചു. ചാബല്യത്തിൻ്റെ കൂമ്പാരങ്ങളായിരുന്ന അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പിന്നെ ചാബല്യങ്ങൾ കണ്ടില്ല. തീർച്ചയും തീരുമാനവുമുള്ളവരായി വ്യക്തതയോടെ നയിക്കപ്പെടുന്നവരായിരുന്നു അവർ. സ്വന്തം തീരുമാനത്താൽ അല്ല അവരാരും സഞ്ചരിച്ചത്, ദൈവാത്മനിയോഗത്താൽ അവർ സഞ്ചരിപ്പിക്കപ്പെടുകയായിരുന്നു. അവർ ചിന്തിച്ചതും പറഞ്ഞതും എല്ലാം ദൈവനിയോഗമായിരുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ നടത്തിപ്പുണ്ട് എന്നതിൻ്റെ തെളിവ് അയാൾ കർത്താവിൻ്റെ സാക്ഷി ആയിരിക്കും എന്നുള്ളതാണ്. ഒരാൾ കർത്താവിൻ്റെ സാക്ഷി ആയിരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. ഇന്ന് ആളുകളൊക്കെ സ്വന്തം ബുദ്ധി കൊണ്ട് പലതും ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ വെളിപ്പെട്ടു വരുന്നത് ദുർസാക്ഷ്യങ്ങളാണെങ്കിൽ അവരെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവല്ല എന്ന് വരും. എല്ലാ ദൈവമക്കളുടെയും കർത്തവ്യമാണ് കർത്തൃസാക്ഷികളാവുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവ് ഒരുക്കിയ രക്ഷയ്ക്ക് ഞാൻ പാത്രമായി തീർന്ന നിമിഷം മുതൽ എൻ്റെ കർത്തവ്യമാണ് ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാവുക എന്നുള്ളത്. അത് ഞാൻ പ്രാപിച്ചുവെങ്കിൽ ഞാനത് ചെയ്തിരിക്കും, പ്രാപിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് ചെയ്യാനാവുകയില്ല. ഇന്ന് ക്രൈസ്തവരെന്ന പേരിൽ വലിയൊരു പറ്റം ജനം ഈ ലോകത്തുണ്ട്. പേര് ക്രിസ്ത്യാനികളെന്നാണ്, പക്ഷേ ക്രിസ്തുവിൻ്റെ സാക്ഷികൾ വളരെ ചുരുക്കമാണ്. എങ്കിൽ വചനം പഠിപ്പിക്കുന്നതനുസരിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഇവിടെ വളരെ ചുരുക്കമാണ്. ഈ ജനം വേഷം കെട്ടിയിരിക്കുന്നത് കണ്ടാൽ എല്ലാവരും കർത്തൃസാക്ഷികളാണെന്നൊക്കെ തോന്നും. ഇന്ന് വൈകുന്നേരത്തെ മീറ്റിങ്ങിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി നല്ല വേഷമൊക്കെ കെട്ടി ഹെയർ സ്റ്റൈലൊക്കെ നന്നാക്കി വേദപുസ്തകവും കയ്യിൽ പിടിച്ച് മുഖത്തൽപ്പം പ്രസന്നതയുമായി, പ്രസന്നത പോരാത്തവർ പൗഡറുമിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഈ ആളുകളെല്ലാം ഇപ്പോഴേ അങ്ങ് പറക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ പുറമേ കാണുന്നതിനപ്പുറത്ത് അകം നോക്കിക്കാണുന്ന കർത്താവ് ഈ ജനത്തെ അഗ്നിജ്വാലയെ വെല്ലുന്ന കണ്ണുകൊണ്ട് ആഴമായി നോക്കുമ്പോഴാണ് ഉള്ളിലിരിപ്പ് വെളിപ്പെട്ട് വരുന്നത്. ഇവിടെ പലരും വന്നത് കർത്താവിൻ്റെ സാക്ഷിയാകാനുള്ള നിയോഗം ഉള്ളിലുള്ളത് കൊണ്ടൊന്നുമല്ല. വന്ന കാര്യം പറഞ്ഞാൽ പലരും വന്നതിൻ്റെ പദ്ധതി പലതാണ്. ചിലരുടെ വരവ് വിവിധോദ്ദേശ പദ്ധതിയോടുകൂടിയാണ്. എന്നാൽ അതിലേക്കൊന്നും പോകാൻ അനുവദിക്കപ്പെട്ട സമയപരിമിതിക്കുള്ളിലാകില്ല അച്ഛന് എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് ചിന്തിക്കാം. ഒരാൾ വാസ്തവമായിട്ടും യേശുവിൻ്റേതായാൽ പിന്നെ ആ ആൾ യേശുവിൻ്റെ സാക്ഷിയായിരിക്കും. യേശുവിൻ്റെ സാക്ഷിയായിരിക്കാൻ കഴിയണം ഒരു ദൈവ പൈതലിന്.
അത് ബോധ്യങ്ങളിൽ നിന്നുണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ടൊരാൾ കർത്താവിൻ്റെ സാക്ഷിയാകണം? എന്തുകൊണ്ടൊരു വിശ്വാസി കർത്തൃവേല ചെയ്യണം? എന്തുകൊണ്ട് ഞാനും നിങ്ങളും സുവിശേഷ വേല ചെയ്യണം? പ്രിയപ്പെട്ടവരെ, അതിന് ചില കാരണങ്ങൾ നിങ്ങളുമായി പങ്കിടുകയാണ്. ഒന്നാമത്തെ കാരണം, അപ്പോസ്തോല പ്രവർത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ അപ്പോസ്തോലനായ പത്രോസ് തൻ്റെ പെന്തിക്കോസ്തി പ്രസംഗത്തിൽ അതിശക്തമായ ഒരു സന്ദേശം വിളംബരം ചെയ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. രക്ഷിക്കപ്പെടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, പാപമോചനം ലഭിപ്പാൻ, സമുദ്ധാരണത്തിനിട വരുത്താൻ മറ്റൊരാളില്ല. എന്തുകൊണ്ടെന്നാൽ പാപിക്കു വേണ്ടി മറ്റൊരാൾ പാപപരിഹാരയാഗമായിട്ടില്ല. ലോകചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് അവതാര പുരുഷന്മാരെ പരിചയപ്പെടുത്തും. ദുഷ്ടനിഗ്രഹം നടത്തി ശിഷ്ടനെ രക്ഷിപ്പാൻ അവതാരമെടുത്ത അവതാര പുരുഷന്മാരുടെ മധ്യത്തിൽ നീതിമാനെ കാണാനില്ല. എല്ലായിടത്തും ദുഷ്ടത പെരുകുന്നത് കണ്ടിട്ട് ദുഷ്ടനെ രക്ഷിപ്പാൻ സ്വന്തം അവൻ്റെ പാപമേറ്റെടുത്ത് പ്രായശ്ചിത്തമായി തീർന്ന ഏകനേ ഉള്ളൂ, അത് യേശുവാണ്. അവൻ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ യേശുവാണ് ലോകരക്ഷയ്ക്കുള്ള ഏക മാർഗം. മറ്റൊരാളും അത് ചെയ്യുകയില്ല. പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം പ്രാപിക്കാമെന്ന് മനുഷ്യൻ നനയ്ക്കുന്നു. പക്ഷെ പാപിയുടെ കർമ്മങ്ങളും പാപമുള്ളതാണ്. മനുഷ്യൻ അവൻ്റെ സ്വന്തം പ്രയത്നത്താൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. ചരിത്രത്തിൽ ഇന്നോളം ആരും തൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല, പെടുകയുമില്ല. നടന്നു പോകുന്ന ഒരു മനുഷ്യൻ കാല് തന്നെയിട്ട് ചതുപ്പ് നിറഞ്ഞൊരു കുഴിയിലേക്ക് വീണാൽ വീഴ്ചയുടെ ആഘാതത്തിൽ മുട്ടപ്പൻ ചെളിയിൽ പെട്ടുപോയ അയാൾ അവിടെ നിൽക്കുകയാണ്. താഴേക്ക് ആഴമേറിയ ചതുപ്പാണ്. ചലനം ഇനിയും ചലിച്ചാൽ ആഴത്തിൽ താണുപോകും. ഇയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ കയ്യെത്തും ദൂരത്തെങ്ങും ബലമുള്ളൊരു സംഗതി പിടിപ്പാനില്ല. കുഴിക്കുള്ളിലാണ് ഇയാൾ, അതിൻ്റെ മധ്യഭാഗത്താണ് ഇയാൾ. കരയിലേക്ക് കയ്യെത്തുന്നില്ല. പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ്? മാർഗമില്ലെന്നൊരു പക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. മാർഗമുണ്ട്. ആ കുഴിയുടെ മധ്യത്തിൽ നിന്ന് അലറി നിലവിളിക്കണം, അയ്യോ രക്ഷിക്കണേ എന്ന്. പക്ഷേ അഹന്ത കൊണ്ട് അന്ധത ബാധിച്ച മനുഷ്യൻ ആരും പരസഹായം തേടാൻ തയ്യാറല്ല. എൻ്റെ കാര്യത്തിന് ഞാൻ മതി എന്ന ബോധം ഉള്ളിലിരിക്ക കൊണ്ട് ആ മനുഷ്യൻ സ്വാർത്ഥനും അഹങ്കാരിയുമാകൊണ്ട് ഇതുപോലെ എത്ര സംഗതികളെ ഞാൻ മറികടന്നിരിക്കുന്നു. ഈ കുഴിയിൽ നിന്ന് കരകയറാൻ എനിക്കെന്തിനൊരു പരസഹായമെന്ന് സ്വയം ചോദിച്ചിട്ട് അരികിൽ തൂങ്ങി നിൽക്കുന്നൊരു വേരിനെ ലാക്കാക്കി ആഞ്ഞൊന്ന് കുതിച്ചു. പക്ഷേ പരിസരത്തെങ്ങും കയ്യെത്തിയില്ല. മുട്ടൊപ്പം ചെളിയിൽ നിന്നവൻ കുതിച്ചിട്ട് പിന്നോക്കം വന്നപ്പോൾ അരയ്ക്കൊപ്പം ചെളിയിലേക്ക് താണുപോയി. സ്വയപരിശ്രമം കൊണ്ട് രക്ഷപ്പെടാനുള്ള ബദ്ധപ്പാടിൽ അവൻ കൂടുതൽ അപകടത്തിൽപ്പെട്ടു. ഇപ്പോഴും രക്ഷയ്ക്ക് പഴുതുണ്ട്, നിലവിളിച്ചാൽ മതി. പക്ഷേ അത് അവൻ ചെറുതാകുന്നതിന് തുല്യമാണ്. ചെറുതാകാൻ മനസ്സില്ലാത്ത മനുഷ്യൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കട്ടെ. മുട്ടൊപ്പം ചെളിയിൽ നിന്ന് ആഞ്ഞിട്ടെത്താത്ത ഈ വേരിലേക്ക് അരയ്ക്കൊപ്പം ചെളിയിൽ നിന്ന് ആഞ്ഞാൽ എത്തില്ലെന്നീ മൂഢൻ ചിന്തിക്കുന്നില്ലല്ലോ. എന്നിട്ടൊന്നുകൂടെ ആഞ്ഞപ്പോൾ വീണ്ടും മുന്നോട്ടാഞ്ഞിട്ട് എങ്ങുമെത്താതെ പിന്നോട്ടമർന്നവൻ നെഞ്ചൊപ്പം ചെളിയിലേക്ക് താഴുകയാണ്. അപ്പോഴും അവസരമുണ്ട്, നിലവിളിച്ചാൽ മതി. പക്ഷേ അഹങ്കാരം അനുവദിക്കുന്നില്ല. ആ മനുഷ്യൻ മൂന്നാമത് ശ്രമിച്ച് കഴുത്തൊപ്പം ചെളിയിലേക്ക് താഴുകയാണ്. എന്നിട്ടും നിലവിളിക്കാൻ മനസ്സ്, അഹങ്കാരം സമ്മതിക്കുന്നില്ല. നാലാമത് കുതിച്ചപ്പോൾ ഈ ചുണ്ടോളം ചെളിയിൽ പൂണ്ടുപോയി. ഇപ്പോഴെങ്കിലും അഹങ്കാരം ശമിച്ചിട്ടൊന്ന് അലറി വിളിക്കാൻ തയ്യാറായാൽ ഉറപ്പുള്ള പ്രതലത്തിൽ കരയിൽ നിൽക്കുന്ന മറ്റൊരാൾക്ക് കൈനീട്ടി ഇയാളെ കരകയറ്റാനാകും. അഹങ്കാരം അനുവദിക്കാത്തത് കൊണ്ട് വീണ്ടും ഒന്നുകൂടെ ശ്രമിച്ചിട്ട് വായിൽ ചളി കയറി ഗ്ലും 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 എന്നേക്കുമായി ചെളി നിന്ന് ചെളിക്കുഴിയിൽ അസ്തമിച്ചു പോകുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രതിഫലമാണ്. എന്നാൽ ഒറ്റയ്ക്ക് ഈ ചെളിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരുവന് പരസഹായത്താൽ രക്ഷപ്പെടാൻ കഴിയും. ആര് സഹായിക്കണം? ചെളിയിൽപ്പെട്ടിട്ടില്ലാത്ത മറ്റൊരാൾ. പ്രിയപ്പെട്ടവരെ, ചെളി പുരളാത്ത ആരാണ് ഇവിടെ ഉള്ളത്? ചെളിയിൽ ചവിട്ടിയിട്ടില്ലാത്ത ആരാണ് ഇവിടെ ഉള്ളത്? കരയിൽ നിൽക്കുന്ന ആരാണ് ഇവിടെ ഉള്ളത്?
ഈ ലോകത്തഴുക്കു പുരളാത്ത പരിശുദ്ധനായി ഒരുവനേയുള്ളൂ, അത് മശിഹായാണ്, മശിഹ മാത്രം. ആമേൻ. ലോകം മുഴുവൻ്റെയും പാപത്തെ തൻ്റെ ചുമലിലേറ്റെടുത്ത് പാവയ്ക്ക് പകരമായി പരിത്രാണയാഗമായി കാൽവരിയേറിയ കർത്താവ് പറയുന്നു, ഞാനാണ് നിന്റെ രക്ഷകൻ, മറ്റൊരുത്തനും നിനക്കു വേണ്ടി ഇത് ചെയ്തിട്ടില്ല, ഞാൻ ഒരുത്തൻ മാത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനിൽ പരിശുദ്ധാത്മാവ് ആവേശിച്ചിട്ട് ഇങ്ങനെ പറയിപ്പിച്ചത്, മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന്. ഈ രക്ഷ യേശുവിൽ നിന്ന് സൗജന്യമായി കിട്ടുന്നതാണ്, മറ്റൊരിടത്ത് പോയാൽ വില കൊടുത്താലും കിട്ടുകയില്ല. ഈ രക്ഷ ലോകത്തുള്ള സകല ജനത്തിനും വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, കാലദേശ ഭാഷാ പരിമിതി ഒന്നുമില്ല, സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, ബാലനെന്നില്ല, വൃദ്ധനെന്നില്ല, മലയാളിയെന്നോ തമിഴനെന്നോ കന്നഡക്കാരനെന്നോ ഹിന്ദിക്കാരനെന്നോ വ്യത്യാസമില്ല. പ്രിയപ്പെട്ടവരെ, അഖില ലോകത്തുമുള്ള സകല പാപിക്കും രക്ഷയ്ക്കുള്ള ഏകമാർഗം കാൽവരിയേറിയ കർത്താവ് ഒരുവനാകയാൽ ഈ രക്ഷ ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടണമെന്ന പരമാർത്ഥം നിലനിൽക്കയാൽ ഞാനും നിങ്ങളും അവൻ്റെ സാക്ഷികളായേ മതിയാകൂ. അത് നമ്മുടെ നിയോഗമാണ്. അറിയുക, ആദ്യം ഈ രക്ഷ ഞാൻ സ്വന്തമാക്കണം, പിന്നെ ഈ രക്ഷ ഞാൻ പങ്കിടണം. ഈ രക്ഷ എനിക്ക് സ്വന്തമായി തീർന്നെങ്കിൽ ഞാനത് പങ്കിട്ടിരിക്കും, പങ്കിടുന്നില്ലെങ്കിൽ ഈ രക്ഷ എനിക്ക് സ്വന്തമായിട്ടില്ല. ഗർഭം ധരിച്ച സ്ത്രീ പ്രസവിച്ചേ പറ്റൂ, പ്രസവിച്ചില്ലെങ്കിൽ അവൾ മരിച്ചുപോകും. യേശു ഉള്ളിൽ ഉരുവായി തീർന്നെങ്കിൽ ആ സത്യം ലോകത്തോട് പറയാതിരിക്കാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ല. പറയുന്നില്ലെങ്കിൽ ഈ വ്യക്തിയിൽ യേശു ഉരുവായിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷത്തിനും കർത്തൃസാക്ഷിയാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാര്യം മറ്റൊന്നുമല്ല, ഇവർ ഈ നിമിഷം വരെ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചിട്ടില്ല, മനസ്സാന്തരപ്പെട്ടിട്ടില്ല, സത്യമായിട്ടും രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. രക്ഷിക്കപ്പെട്ടെങ്കിൽ അടങ്ങിയിരിപ്പാനാകില്ല. ഹല്ലേലൂയ. കാലിന് തീ പിടിച്ചതുപോലെ അവർ ഓടും. ഈ ഓട്ടം ഇന്നില്ല എങ്കിൽ, ഈ ഓട്ടത്തെ മറന്നിട്ട് കമ്പോളത്തിൻ്റെ പിന്നിൽ ജീവിതത്തെ സമർപ്പണം ചെയ്തിട്ട് ആഡംബരത്തിലോ സുഖലോലുപതയിലോ വലിയ വീടുകളിലോ വലിയ സംരംഭങ്ങളിലോ ബിസിനസ്സിലോ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലോ മനമുറപ്പിച്ചിട്ട് ലേബലിന് ക്രിസ്ത്യാനി എന്നൊരു പേരുമായി ചില വേദവാക്യങ്ങൾ മനഃപ്പാഠം പഠിച്ചുച്ചരിച്ച് വേദപുസ്തകവുമായി സഞ്ചരിച്ച് ഇതുപോലുള്ള യോഗങ്ങളിലോ പള്ളി ആരാധനകളിലോ മാത്രം പങ്കെടുത്ത് എൻ്റെ ജീവിതത്തിലെ ആത്യന്തിക നിയോഗം കർത്താവിൻ്റെ സാക്ഷിയാകുന്നതാണെന്ന ബോധം മറന്ന് ക്രിസ്ത്യാനിയുടെ പേര് മാത്രമായി പ്രയാണം ചെയ്യുന്നവരാരും യേശുവിനെ ഉള്ളിൽ ബോധ്യപ്പെട്ടവരല്ല. ബോധ്യപ്പെട്ടവർക്ക് അടങ്ങാൻ കഴിയില്ല, അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവർ വേല ചെയ്തിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. കാര്യം കേരളത്തിൽ കറണ്ടില്ലാതെ വരുമെന്നൊക്കെ കേട്ടെങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ജനറേറ്ററാണ്. നിങ്ങൾക്ക് തീരെ വോൾട്ടേജ് ഇല്ലല്ലോ. ഉത്തരം പറഞ്ഞപ്പോൾ എല്ലാവരും അവശരാണ്. ഇന്ന് കഞ്ഞി കുടിച്ച ലക്ഷണമില്ല. ഭക്ഷണത്തിന് 50 രൂപ കൊടുത്താൽ കിട്ടുമെന്ന് ഇവിടെ അനൗൺസ്മെൻറ്റ് കേട്ടു. ഊർജദായകമായി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രക്ഷകൻ യേശു മാത്രമാകയാൽ മറ്റൊരുത്തനിലും രക്ഷയില്ലായികയാൽ അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകയാൽ, ആമേൻ, അവൻ മാത്രം വീണ്ടെടുപ്പുകാരനാകയാൽ, അവൻ മാത്രം രക്ഷിതാവാകയാൽ, അവൻ മാത്രം സ്വർഗത്തിലേക്കുള്ള വഴിയാകയാൽ, അവൻ മാത്രം സ്വർഗത്തിലേക്കുള്ള വാതിലാകയാൽ, അവൻ മാത്രം ജീവൻ്റെ അപ്പമാകയാൽ, അവൻ മാത്രം ലോകത്തിൻ്റെ പ്രകാശമാകയാൽ, അവൻ മാത്രം പാപിയുടെ പ്രതീക്ഷയും പ്രത്യാശയുമാകയാൽ അവനെ പ്രഘോഷിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും നിങ്ങളും കർത്താവിൻ്റെ സാക്ഷികളാകേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു നിയോഗമുണ്ട്. അപ്പം നമ്മൾ അറിയുക, ഞാനിത് മനഃപൂർവ്വം ചെയ്യേണ്ടതല്ല, ഞാനിത് ചെയ്തു പോകും. ആത്മാവ് എൻ്റെ മേൽ വ്യാപരിച്ചാൽ പിന്നെ എനിക്ക് അടങ്ങിയിരിക്കാനാകില്ല നിശ്ചയം. ആത്മശക്തിക്ക് വേണ്ടി ദാഹിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. എന്തുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളാകണം? 1, മറ്റൊരുത്തനിലും രക്ഷയില്ലായികയാൽ. 2, എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരുന്നാൽ
ഞാൻ മൂലം രക്ഷ പ്രാപിക്കേണ്ടവർ വചനം കേൾക്കാതെ തങ്ങളുടെ പാപത്തിൽ മരിച്ചാൽ അവരുടെ പ്രാണന്റെ വില കർത്താവ് എന്നോട് ചോദിക്കും. ആമേൻ. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായിട്ടും മനസ്സിലാകായിക നടിച്ചിരിക്കുകയാണ് ആളുകൾ. പലപ്പോഴും ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നത് ഈ അവഗണനയിലാണ്. ഞാനത് അറിഞ്ഞില്ല, ഞാനത് കേട്ടില്ല എന്ന ഭാവത്തിൽ അങ്ങിരുന്നാൽ പ്രശ്നമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞിട്ട് കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നവരെ വിവരമറിയിക്കാനാണ് ചിലപ്പോൾ അടിക്കേണ്ടി വരുന്നത്. പറഞ്ഞിട്ടറിയാത്തവർ വേദനിക്കുമ്പോൾ അറിയുമെന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ ഓർക്കുക, യെഹെസ്കേൽ പ്രവചനം 33-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ തിരുവചനങ്ങൾ വളരെ ശക്തമായ താക്കീത് നമുക്ക് തരികയാണ്. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവൻ തൻ്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. ആമേൻ. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. വല്ലതും പ്രതികരിക്കാനുണ്ടോ ഈ ജനത്തിന്? നിയോഗം കിട്ടിയവർ അവരുടെ വേല ചെയ്തിരിക്കണം. പാപം പ്രവർത്തിക്കുന്നതും ദുഷ്ടത പ്രവർത്തിക്കുന്നതും ക്രമം കെട്ട് ജീവിക്കുന്നതുമായ ജീവിത ശൈലി കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എനിക്കെന്ത് കാര്യമെന്ന് സ്വയം ചോദിച്ചാശ്വസിച്ച് അതെൻ്റെ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കി പ്രയാണം തുടരുന്നവരോടൊരു വാക്ക് കർത്താവ് തൻ്റെ വേല ചെയ്യാൻ വിളിച്ചു നിർത്തിയ ജനത്തോടാണ് പറയുന്നത്. നീ അത് പറയാതിരുന്നിട്ട്, അവർ കേൾക്കാതിരുന്നിട്ട്, ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം ഉള്ളിലുണ്ടാകാതെ അവരവരുടെ പാപത്തിൽ മരിച്ചാൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കുമെന്ന്. നിന്നെ ദേശത്തിൻ്റെ കാവൽക്കാരനായി വച്ചിരിക്കുന്നു എന്ന് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതിപ്പോകുന്ന ജനത്തെ തെറ്റ് ബോധ്യപ്പെടുത്തി തിരുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മൾ ഇസ്രായേലിൻ്റെ കാവൽക്കാരാണെന്ന് ബോധ്യപ്പെടുക. ആരാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്? ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കുന്നു അത് അച്ഛന്മാരുടെ ജോലിയാണ്, അല്ലെങ്കിൽ സുവിശേഷകന്മാരുടെ ജോലിയാണ്. ആ ചിന്താഗതി മാറണം. ഈ രക്ഷിക്കപ്പെട്ട ജനം ഓരോരുത്തരും കർത്താവിൻ്റെ വേല ചെയ്യാൻ കടപ്പെട്ടവരാണ്. ആമേൻ. ഓരോരുത്തർക്കും ദൈവം ഓരോ റേഞ്ച് വെച്ചിട്ടുണ്ട്. ആ റേഞ്ചിനകത്ത് നിന്നവർ കർത്താവിൻ്റെ വേല ചെയ്യണം. ഈ തിന്മ പ്രവർത്തിക്കുന്ന ജനത്തോട് വഴക്കുണ്ടാക്കുകയല്ല വേണ്ടത്. ഇന്നിന്ന കാരണങ്ങളാൽ നിങ്ങളിത് വിട്ട് തിരിയാഞ്ഞാൽ വലിയ അനർത്ഥം നിങ്ങളുടെ മേൽ വന്നേക്കുമെന്ന് വചന വെളിച്ചത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ആ പ്രബോധനത്തിന് നമുക്ക് മനസ്സു വരണമെങ്കിൽ നാം കർത്താവിലായി തീർന്നിരിക്കണം. ആമേൻ. ആയിത്തീർന്നാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ സംഗതി. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും നാം ഇടം കൊടുക്കുകയുള്ളൂ. ഇന്ന് പാപപ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കാനാണ് ക്രിസ്ത്യാനി എന്ന് പേരുള്ള പലരും മുതിരുന്നതെങ്കിൽ കർത്തൃപദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നവരാണ് ഈ ക്രിസ്തീയ സമൂഹം. എന്നാൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എൻ്റെ നിയോഗം ഞാൻ മറന്നുപോയാൽ എൻ്റെ മേൽ കർത്താവിൻ്റെ വാൾ വരുമെന്നോർത്തു കൊള്ളണം. ആകയാൽ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായേ മതിയാവൂ. കാരണം
ശിക്ഷിക്കപ്പെടുന്നവൻ്റെ ശിക്ഷയ്ക്ക് ഉത്തരവാദിത്വം പറയേണ്ടി വരുന്നത് ഞാനാണെങ്കിൽ ഞാൻ എൻ്റെ നിയോഗം നടത്തിയേ പറ്റൂ. ഇന്ന് പലരും എനിക്കെന്ത് കാര്യമെന്ന ഭാവത്തിൽ ഇങ്ങനെ മുന്നോട്ട് പ്രയാണം തുടരുമ്പോൾ നശിക്കുന്ന ജീവിതങ്ങളെ കണ്ടിട്ട് അവരെ അത് ബോധ്യപ്പെടുത്താനോ തിരുത്താനോ ശ്രമിക്കാതെ പോകുമ്പോൾ, എന്നിട്ട് പാടിയും പ്രാർത്ഥിച്ചും ഭക്തി പ്രകടിപ്പിച്ചും പ്രയാണം തുടരുമ്പോൾ അവരുടെ ചിന്ത ഞാൻ നല്ല ഒരു ദൈവ പൈതലാണെന്നാണ്. തിന്മ പ്രവർത്തിക്കുന്നവരോട് അത് തിന്മയാണെന്ന് പറയാനുള്ള മനസ്സ് കാണിക്കാത്ത പക്ഷം അവർ നശിച്ചിട്ട് കണക്ക് നമ്മുടെ തലമേൽ വരും. പറഞ്ഞിട്ടും അവർ നശിച്ചാൽ കണക്ക് അവരുടെ തലമേലിരിക്കും. പക്ഷേ പറയേണ്ടവരത് പറയണം. കൺവെൻഷൻ പന്തലിൽ ചെന്നിരുന്ന് ഉറങ്ങിയതിൻ്റെ കണക്ക് കർത്താവിനോട് പറഞ്ഞാൽ സ്വർഗകവാടം തുറക്കില്ല. നമ്മുടെ നിയോഗം നാം ഏറ്റെടുക്കണം, വേല ചെയ്യണം. ഹല്ലേലൂയ. ഞാനിപ്പോൾ 2-3 വട്ടം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു നോക്കി. നിങ്ങൾ അതിന് മറുപടിയായി അല്ലേലും വയ്യ എന്ന് പറയുന്നത് കേട്ടപ്പോൾ വലിയ വേദനയും തോന്നി. ഉള്ളിലുള്ളതല്ലേ പുറത്തേക്ക് വരികയുള്ളൂ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുക. 33-ാം സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീതിമാന്മാരെ കർത്താവിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആ വേദവാക്യം തെറ്റുകൂടാതെ ഇങ്ങനെയും വായിക്കാമെന്നെനിക്ക് തോന്നുന്നു: നീതി കെട്ടവരെ നിശബ്ദരായിരിക്കുവിൻ, സ്തുതിക്കുന്നത് നേരില്ലാത്തവർക്ക് ഉചിതമല്ലല്ലോ. ഇത് ചൊവ്വും നേരും ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്തുതിയും ഹല്ലേലൂയായും. നിങ്ങൾക്കത് പാകമാകില്ലെങ്കിൽ ദയവായി നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ചൊവ്വും നേരുമുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒറ്റമൂലി വളരെ ശക്തമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ചൊവ്വും നേരും ഉള്ളവരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഹല്ലേലൂയ പറഞ്ഞ നിങ്ങൾ ഇല്ലാത്ത ജീവൻ ഉണ്ടാക്കി തീർത്തവരാണ്. ഈ യോഗം തീരുന്നതുവരെ ഇനി ഞാൻ പറയുന്ന ഹല്ലേലൂയായ്ക്ക് ജീവനുള്ള മറുപടി കിട്ടിയാൽ യോഗം തീരുന്നതുവരെയെങ്കിലും നിങ്ങൾക്ക് ചൊവ്വും നേരുമുണ്ടെന്ന് സമ്മതിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകണം? 2 കാരണങ്ങൾ കണ്ടെത്തി. 1, മറ്റൊരുത്തനിലും രക്ഷയില്ലായികയാൽ. 2, എൻ്റെ നിയോഗം അതാണ്. ഞാനത് ചെയ്യാതിരുന്നിട്ട് തെറ്റ് ചെയ്യുന്നവൻ തെറ്റിനെക്കുറിച്ച് ബോധ്യം കിട്ടാതെ തൻ്റെ തെറ്റിൽ മരിച്ചാൽ അവൻ്റെ തെറ്റിൻ്റെ ശിക്ഷ ഞാൻ ഏൽക്കേണ്ടി വരും. അതെനിക്കൊരു വലിയ ഭാരം. ഒന്നോർത്തേ പ്രിയപ്പെട്ടവരെ, മറ്റാരൊക്കെയോ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എനിക്ക് തരുന്ന ഒരവസ്ഥ വന്നാൽ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതം? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ അതേക്കുറിച്ച്? ഞാൻ നല്ലതേ പ്രവർത്തിച്ചിട്ടുള്ളൂ, പുണ്യമേ ചെയ്തിട്ടുള്ളൂ, ദോഷമൊന്നും ചെയ്തിട്ടില്ല, ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു, പാടി, വചനം പഠിച്ചു, പഠിപ്പിച്ചു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്നിട്ടും ആരൊക്കെയോ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എൻ്റെ മേൽ വരുന്നു എന്ന് വന്നാൽ സഹിക്കാനാകുമോ? ഇല്ല. എങ്കിൽ ഞാൻ മൂലം സുവിശേഷം കേൾക്കണമെന്ന് കർത്താവ് തീരുമാനിച്ചവർ എന്നിൽ നിന്നത് കേൾക്കണം. ഞാനത് ചെയ്തേ മതിയാകൂ. ചെയ്തില്ലെങ്കിൽ അവരുടെ തെറ്റിൻ്റെ ശിക്ഷ ഞാനും കൂടെ ഏറ്റെടുക്കേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന ചിലരിപ്പോൾ പറയുന്നത് ഇന്നിങ്ങ് വരണ്ടായിരുന്നു ദൈവമേ, ഇതിപ്പോൾ പുലിവാല് പിടിച്ച കണ്ടീഷനിലായി. ആമേൻ. അത് കുഴപ്പമില്ല, അതവിടെ ഇരിക്കട്ടെ. ആമേൻ. എന്തുകൊണ്ട് നാം കർത്തൃസാക്ഷികളാകണം? ഉത്തരം 3: ഈ ലോകവും ലോകത്തിലുള്ള ജീവിതവും ശാശ്വതമല്ലായികയാൽ. അതല്പം ഗഹനമായി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ന് ക്രിസ്ത്യാനികളുടെ മുഴുവൻ സ്വപ്നങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭൗമലോകത്താണ്. പ്രാർത്ഥനാ വിഷയം ജഡീക ബന്ധിതമാണ്, സ്വപ്നങ്ങൾ ജഡീക ബന്ധിതമാണ്, താല്പര്യങ്ങൾ ജഡീക ബന്ധിതമാണ്. ഈ ഭൗമലോകം വിട്ട് ഞാൻ ഒരു നാൾ പോകേണ്ടി വരുമെന്ന ബോധം ഈ ആളുകളിൽ ആർക്കും തന്നെ ഇല്ലെന്നാണ് അച്ഛന് തോന്നുന്നത്. ആളുകളുടെ ലൈഫ് സ്റ്റൈല് കണ്ടാൽ അറിയാം ഇവിടെ തന്നെ എല്ലാ കാലവും ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. ചില ആളുകളൊക്കെ പണിയുന്ന കൊട്ടാര സദൃശ്യമായ വീട് കാണുമ്പോൾ അമ്പരപ്പ് തോന്നാറുണ്ട്. കഴിഞ്ഞ നാളിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛാ വീട് പണിത് ഞാൻ പുലിവാല് പിടിച്ചെന്ന്. ഞാൻ ചോദിച്ചു, വീട് പണിയും പുലിവാലും തമ്മിൽ എന്താണ് ബന്ധം? എൻ്റെ അച്ഛ 5 കോടി രൂപ ഇപ്പോൾ മുടക്കി, എന്നിട്ടും എങ്ങും എത്തിയില്ല. വലിയ അഭിമാനത്തോടെയാണ് അയാളത് പറഞ്ഞതെങ്കിലും എൻ്റെ ഉള്ളിൽ വന്നത് പുച്ഛമാണ് നിശ്ചയം. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു ബാത്റൂം സെറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴല്ലേ ഞാൻ അറിയുന്നത്
5 ലക്ഷം രൂപ മുടക്കിയാലും അത് വേണ്ടവണ്ണം അങ്ങ് ആകത്തില്ലെന്ന്. 5 ലക്ഷം രൂപയുടെ ബാത്റൂമിൽ കുളിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? ആ 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ 5 പെമ്പിള്ളാരുടെ കല്യാണം നടക്കുമായിരുന്നില്ലേ? 5 കുടുംബങ്ങൾ കെട്ടിമേഞ്ഞ വീട്ടിൽ കിടന്നുകൊള്ളുമായിരുന്നില്ലേ? എന്നാൽ ഈ ചിന്ത ഉള്ളിൽ വന്ന് തട്ടാത്തവർ വീട് പണിയുന്നത് കൊട്ടാരങ്ങളായി മാറുമ്പോൾ അച്ഛനിങ്ങനെ ഓർക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരുടെയൊക്കെ ഉള്ളിലെ ചിന്ത എന്താ? ഞാൻ മരിക്കില്ലെന്നാ. ഈ കൊട്ടാരം വിട്ട് ഒരു ദിവസം വെറും കൈയോടെ പടിയിറങ്ങി പോകേണ്ടി വരുമല്ലോ പ്രിയപ്പെട്ടവരെ. പാട്ടുകാരൻ ഓർമ്മിപ്പിച്ചില്ലേ? കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു വരും, നീ 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു. ഇതിങ്ങനെ പാടാൻ കൊള്ളാം. ഇത് പാടുന്നത് കൊട്ടാരത്തിനകത്തിരുന്നാണ്. കർത്താവിന് മിക്കപ്പോഴും ചിരിക്കാനേ നേരമുള്ളൂ ഇപ്പോൾ. കാരണം ഈ കോമഡി കണ്ടാൽ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാ? കൊട്ടാര സദൃശ്യമായ വീടിനുള്ളിലിരുന്നാണ് ആളുകൾ ഈ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവ് പൊട്ടിച്ചിരിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഈ TV-യുടെ മോണിറ്ററിൽ കണ്ടു ചിരിക്കുന്ന കോമഡി ഷോയേക്കാൾ വലിയ കോമഡി ഷോയാണ് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി കർത്താവ് ഒരുപക്ഷെ ഒരു ദൂതൻ്റെ കയ്യിൽ ഒരു കുറിമാനം കൊടുത്തയക്കും. അവനെ ഇങ്ങ് കൊണ്ടുപോരെ, അവളെ ഇങ്ങ് കൊണ്ടുപോരെ. പ്രിയപ്പെട്ടവരെ, ഈ ആളുകൾക്ക് ആശ്വാസത്തിനുള്ളൊരു മാർഗം അച്ഛൻ പറയാം. ഈ കൊട്ടാരം വിട്ടു പോകുന്നത് എങ്ങനെ സഹിക്കാൻ പറ്റും? എങ്ങനെ? അതുകൊണ്ട് ഇനി മുതൽ കൊട്ടാരം പണിയുന്നവർ അതിനകത്ത് കല്ലറ കൂടെ പണിയട്ടെ. എന്നാ പിന്നെ എല്ലാ കാലവും അതിനകത്ത് തന്നെ ആശ്വസിച്ചടങ്ങാമല്ലോ. ഇനി വീട് വിട്ടു പോകേണ്ടി വരുമെന്ന ഒരു സമാധാനക്കേടുമില്ലല്ലോ. അതൊന്ന് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോഴാണ് ചില ആളുകൾക്ക് ക്ലിക്കായത്. നല്ലൊരു കാര്യമാണല്ലോ, നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാലോ. അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ലോകം വിട്ട് ഒരു നാളിൽ ഞാൻ പോകണം. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കുമിരിക്കും. ഈ ലോകത്ത് നിലനിൽക്കുന്ന വീടില്ല, നാടില്ല, നഗരമില്ല, കെട്ടിടമില്ല, കൊട്ടാരമില്ല, പാർപ്പിടവുമില്ല. ഈ ലോകത്ത് നിലനിൽക്കുന്ന ബന്ധങ്ങളില്ല, സ്വന്തങ്ങളില്ല, ബന്ധുക്കളില്ല, പ്രിയങ്ങളില്ല, പ്രിയപ്പെട്ടവരില്ല, പ്രിയം വെച്ചവരുമില്ല. എല്ലാം വിട്ട് പിരിഞ്ഞു പോയേ പറ്റൂ. തനിച്ച് വന്നവർ തനിച്ച് പോകണം. കൊണ്ടുപോകാൻ ഒന്നും ഒക്കില്ല. ഈ ലോകം ശാശ്വതമല്ലായികയാൽ, ഈ ലോകത്ത് നമുക്ക് എല്ലാ കാലവും ജീവിക്കാൻ കഴിയായികയാൽ, നാം വരുവാനിരിക്കുന്ന നിത്യലോകത്തിന് വേണ്ടി നോക്കിപ്പാർക്കുന്നവരാകയാൽ, ഈ യേശുക്രിസ്തു ഒരുക്കുന്ന രക്ഷ, അവൻ്റെ സുവിശേഷം, അവനൊരുക്കുന്ന നിത്യത, അത് നാം ലോകത്തിന് മുമ്പിൽ പങ്കിടാൻ വിളിക്കപ്പെട്ടവർ തന്നെ. നിശ്ചയം സഭ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായയത്രേ. ഹാ മായ മായ എന്ന് വായിക്കുമ്പോൾ എന്ത് ഹാ എന്നാണ് ആളുകൾക്ക് മനസ്സിലായത്? ശലോമോൻ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കി. ഒരു ദിനം കുളി കഴിഞ്ഞ് നിലക്കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് സോളമൻ കണ്ടു, ബദാം വൃക്ഷം പൂത്തിരിക്കുന്നു. കിളിവാതിലൂടെ നോക്കുന്നവരുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു. തെരുവിലെ കതക് അടഞ്ഞിരിക്കുന്നു. അരയ്ക്കുന്ന ശബ്ദം മന്ദമായിരിക്കുന്നു. അരയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്നുണ്ടോ? സോളമൻ കണ്ടത് തൻ്റെ പ്രതിരൂപമാണ്. ബദാം വൃക്ഷം പൂത്തിരിക്കുന്നു, തലമുടി മൊത്തം നരച്ചിരിക്കുന്നു. ഇത് മരണദൂതൻ പടികടന്നെത്തിയതിൻ്റെ അടയാളമാണെന്ന് നര വീണവരറിയണം. ഇനി ഞാൻ പോകാൻ സമയമായിട്ടുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും നെഞ്ചിനകത്ത് വാഴപ്പിണ്ടി വച്ചാൽ തീ പിടിക്കും. കാരണം ഇത്രയും വലിയൊരു സത്യം സത്യമാണെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു തെല്ല് പ്രയാസം. ഏകദേശം ടിക്കറ്റ് എഴുതാൻ സമയമായിട്ടുണ്ട്. അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പെയിൻ്റ് അടിച്ച് കറുപ്പിച്ച് നിത്യയൗവനത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. 1, മരിക്കാൻ പ്രായമായി എന്ന് സമ്മതിക്കാനുള്ള സങ്കടം. 2, ലോകത്തുള്ള പലരെയും കാണുമ്പോൾ എനിക്ക് വാർദ്ധക്യമായെന്നറിഞ്ഞാൽ അവരെന്നെ കടാക്ഷിച്ചില്ലെങ്കിലോ എന്ന ആശങ്ക കൊണ്ട്
60 കഴിഞ്ഞിട്ടും ഇന്ന് ആൻറ്റിയുടെ ഉള്ളിലെ ചിന്ത ഞാനിന്നും 16-കാരിയാണെന്ന. ഞാൻ ഇങ്ങോട്ട് നോക്കി അത് പറയാൻ കാരണം തിരിച്ചു പോകാൻ കൊതിയുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഇപ്പോഴൊരു സങ്കടം, പൂക്കാൻ ബദാം വൃക്ഷത്തിൽ ഒറ്റ പൂവുമില്ല. തപ്പി നോക്കുക. പ്രിയപ്പെട്ടവരെ, പ്രായമായി എങ്കിൽ അത് സമ്മതിക്കണം. സോളമൻ വീണ്ടും നോക്കി. കിളിവാതിലൂടെ നോക്കുന്നവരുടെ കാഴ്ച മങ്ങി, തിമിരം ബാധിച്ചിരിക്കുന്നു. അന്ന് ഈ കണ്ണാടി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. തിമിരം വന്നാൽ അത് മറ്റൊരു ലക്ഷണമാണ്, മരിക്കാൻ പ്രായമായി എന്ന്. വീണ്ടും ഇന്ന് കണ്ണ് തന്നെ മാറ്റി വെച്ച് കളയും 90 വയസ്സിൽ. അപ്പോഴും സമ്മതിക്കുന്നില്ല എനിക്ക് മരിക്കാൻ പ്രായമായെന്ന്. തെരുവിലെ കഥ കടഞ്ഞുപോയി, കാത് കേൾക്കാൻ വയ്യാതെയായി. വിളിച്ചു പറയുമ്പോൾ എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരുന്നു. അപ്പോഴും അറിയുക മരിക്കാൻ പ്രായമായി. അരയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. പല്ല് പൊഴിഞ്ഞതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് അരയ്ക്കുന്ന ശബ്ദം മന്ദമായിരിക്കുന്നെന്ന്. പല്ലുകൊണ്ട് അരയ്ക്കുന്ന ശബ്ദം മോണ കൊണ്ടരച്ചാൽ കേൾക്കില്ലല്ലോ പ്രിയരെ. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇപ്പോൾ അരയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചില 30-കാരുടെയും പല്ല് പൊഴിഞ്ഞല്ലോ, കയ്യിരിപ്പ് കൊണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു കൊള്ളുക. ഇതെല്ലാം ഇങ്ങനെ ഇരുന്ന് ഓർത്തോർത്തിരുന്നപ്പോൾ സോളമന്റെ ഉള്ളു പൊട്ടിപ്പോയി. മായ മായ മായ. അത് നെടുവീർപ്പാണ്. മായ മായ എന്ന് വായിച്ചു തള്ളിയിട്ട് കാര്യമില്ല. ഉള്ളുലഞ്ഞപ്പോൾ പുറപ്പെട്ട ശബ്ദമാണത്. ഓർക്കുക, സോളമൻ അറിഞ്ഞു നേടിയതൊക്കെ മായ എന്ന്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ 13 മുതലുള്ള തിരുവചനങ്ങൾ. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന സമ്പത്ത് തന്നെ. ആ സമ്പത്ത് നിർഭാഗ്യാവശാൽ നശിച്ചു പോകുന്നു. അവനൊരു മകൻ ജനിച്ചാൽ അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാകയില്ല. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല. ലോകം വിട്ട് ഇന്നോളം പോയവരാരും ഒന്നും കൊണ്ടുപോയ ചരിത്രമില്ലല്ലോ. നീതിസാരം പറയുന്നത് ഇങ്ങനെ: അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തമനു ഗച്ഛതി എന്നിപ്രകാരം. ധനം കൊണ്ടുള്ള ഉപയോഗം വീട്ടിൽ വെച്ച് തീരും. ഒരു ചില്ലിക്കാശ് കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ ഒക്കില്ല. കൊണ്ടുപോകാൻ ആശയില്ലാഞ്ഞിട്ടല്ല, മക്കൾ കൊടുത്തയക്കില്ല. പണ്ടൊക്കെ ഒരാൾ മരിച്ചാൽ പുത്തൻ തുണി കൊണ്ട് ശവക്കുപ്പായം തയ്പ്പിച്ച് അത് ധരിപ്പിച്ചാണ് യാത്രയാക്കിയിരുന്നത്. മലാഖമാരുടെ വസ്ത്രത്തിന് തുല്യമാണ് ശവക്കുപ്പായം. ഈ ആൾ പുനരുദ്ധിതനാകുമെന്ന ഉറപ്പിലാണ് അന്ന് ഈ പുത്തൻ കുപ്പായം ഇടിവിച്ച് വിട്ടത്. ഇപ്പോൾ മക്കൾക്കറിയാം ഏത് വേഷം കെട്ടിച്ചു വിട്ടാലും ഇത് ഞാൻ ഇനി പൊങ്ങത്തില്ലെന്ന്. അതുകൊണ്ട് പഴംതുണി ഉടുപ്പിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വിടുന്നത്. ഉള്ളതിലേറ്റവും പഴയത്. വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകാൻ ഒക്കില്ല. അർത്ഥ ഗൃഹേ നിവർത്തന്തേ. ധനം കൊണ്ടുള്ള ഉപയോഗം വീട്ടിൽ വെച്ച് തീരും. ശ്മശാനേ പുത്രബാന്ധവ. പുത്രബന്ധുക്കൾ എത്ര പേരുണ്ടെങ്കിലും ശ്മശാന ഭൂമിയിലോളം അവർ പിന്തുടരും. അലമുറയിട്ട് നിലവിളിക്കും, വസ്ത്രം വലിച്ച് കീറും, തലമുടി വെച്ച് പറിക്കും. ഒരുപാട് നിലവിളിയും കൂട്ടവും ഉണ്ടാക്കും. ഈ ചെറുപ്പക്കാർ കൈകാര്യം ചെയ്യുന്നത് പോലെ 2 വീഡിയോ ക്യാമറ കൂടെ ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രകടനത്തിന് കൊഴുപ്പ് കൂടും. കാരണം തൻ്റെ സ്നേഹപ്രകടനം നാളെ 4 ആൾ കണ്ടാൽ, അല്ല ഞാൻ തന്നെ ഈ അലകളൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ അതിൽ നിന്ന് കണ്ടാൽ എൻ്റെ പ്രകടനം നന്നായിരുന്നു എന്നൊന്ന് വിലയിരുത്തണ്ടേ. കാലം വല്ലാതെ മാറി പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഈ ശവസംസ്കാരം പോലും ഒരു ഫാഷൻ പരേഡായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ കല്യാണത്തിനാണ് വീഡിയോയും അതിന് അനുബന്ധ പരിപാടികൾ. ഇപ്പോൾ ശവസംസ്കാരം അതിനേക്കാൾ ആർഭാടപൂർണമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ശവസംസ്കാര ശുശ്രൂഷയിൽ ധരിക്കാൻ പ്രത്യേകം വേഷമൊക്കെ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. സഹോദരിമാർ പലരും അത് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് സാരി അതൊക്കെ ഉടുത്തങ്ങ് സ്റ്റൈലായിട്ട് നിന്നാണ് ഇന്ന് പലപ്പോഴും യാത്രയായപ്പോൾ. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ ചെന്ന് ഒരു പെൺകുട്ടി ചോദിക്കുന്നു, ബ്ലാക്ക് സാരി ഉണ്ടോ? മലയാളത്തിൽ പറഞ്ഞാൽ എന്തോ നാണക്കേടാണെന്ന് വിചാരിക്കുന്ന മലയാളി പിള്ളേരുടെ മൂക്ക് തീർത്തൊരു ഇടി കൊടുത്താൽ ഉള്ള പല്ലെല്ലാം പൊഴിയണം.
വിദേശത്ത് പഠിക്കുന്ന മക്കളെ ഞാൻ വെറുതെ വിടും. കാരണം അവർ മലയാളം പറഞ്ഞ് പഠിച്ചവരല്ല. ഈ സ്വദേശ മലയാളികൾക്ക് മലയാളം പറഞ്ഞാൽ എന്നതാ കുഴപ്പം? അതിന് സ്വദേശ മലയാളികളെ കാണാൻ ഇനി വിദേശത്ത് പോയി തപ്പിയാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ ചോദിച്ചു, എന്തിനാ? എൻ്റെ ഫാദർ ഇൻ ലോ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക, അങ്ങേരെ ഉടനെ മരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കൊടുക്കാനാ ബ്ലാക്ക് സാരി. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ പറഞ്ഞു, ദൈവമേ മണ്ടിപ്പെണ്ണ്, അമ്മായിയപ്പൻ മരിക്കാൻ കിടക്കുവാന്നും പറഞ്ഞ് അവളെ ബ്ലാക്ക് സാരി ഓർഡർ ചെയ്തിരിക്കുന്നു. നാളെ അമ്മായിയപ്പൻ എഴുന്നേറ്റ് ഇവളുടെ ശവാടക്കത്തിന് പള്ളി വരുമെന്ന് ആർക്കറിയാം? കർത്താവിൻ്റെ കളികൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ലോകം വിട്ടു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനൊക്കില്ല ആർക്കും. ശ്മശാനത്തിലോളം പുത്രബന്ധുക്കൾ കൂടെ പോരും. പിന്നെ സുഹൃതം ദുഷ്കൃതം ചൈവ, നീ ചെയ്ത സൽകൃത്യങ്ങളും ദുഷ്കൃത്യങ്ങളും നിത്യത മുഴുവൻ നിന്നെ പിന്തുടരുമെന്നല്ലോ വചനം പറഞ്ഞു വെച്ചത്. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണദിവസത്തിന്മേൽ അധികാരമുള്ള ഒരുവനുമില്ല എന്ന് സഭാപ്രസംഗി 8:8 രേഖപ്പെടുത്തി വച്ചിരിക്കുന്നുവെങ്കിൽ അറിയുക, ഈ ലോകം ശാശ്വതമല്ല. ശാശ്വതമല്ലാത്ത ലോകത്ത് ശാശ്വതമല്ല ആയ ഒരു വാസമില്ലായികയാൽ നശ്വരമായ ലോകത്ത് ബന്ധിക്കപ്പെടേണ്ടതല്ല മനുഷ്യ ജീവിതം എന്നുള്ളതിനാൽ രക്ഷിതാവായ യേശുവിൻ്റെ സാക്ഷികളായി നാം ഈ ലോകത്ത് ജീവിക്കണം. അതാണ് നമ്മുടെ നിയോഗം. നാം നമ്മുടെ പദ്ധതി, ദൈവിക പദ്ധതി, അത് നടത്തിയെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണം. ദൈവമക്കളെ തിരിച്ചറിയുക. 3 കാരണങ്ങൾ പങ്കിട്ടു. 1, മറ്റൊരുത്തനും രക്ഷയില്ലായകയാൽ. 2, മറ്റൊരാളുടെ പാപത്തിൻ്റെ ശിക്ഷ എൻ്റെ മേൽ വരാതിരിപ്പാൻ ഞാൻ അവനെ പാപബോധം വരുത്താൻ എനിക്ക് നിയോഗമുള്ളതിനാൽ. 3, ഈ ലോകം ശാശ്വതമല്ലായികയാൽ. 4, ഈ ലോകത്തിനപ്പുറം ഒരു നിത്യ സ്വർഗവും നിത്യ നരകവും ഉള്ളതിനാൽ. ഹല്ലേലൂയ. അതാരും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചൊവ്വ നേരമുള്ളവർ എത്രയുണ്ടെന്ന്. ആമേൻ. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, ഈ ലോകത്തിനപ്പുറത്തൊരു നിത്യ സ്വർഗവും ഒരു നിത്യ നരകവും ഉള്ളതിനാൽ. അത് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വായിക്കുന്നില്ല. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 40 മുതൽ 43 വരെ തിരുവചനങ്ങളിൽ കർത്താവ് സ്വർഗത്തെയും നരകത്തെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെ തിരുവചനങ്ങളിലും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ചോരയും നീരുമൂറ്റി തന്നവനു വേണ്ടി ഞാനും എൻ്റെ ചോരയും നീരുമൂറ്റണം. എൻ്റെ ഈ ജീവിതം എൻ്റെ കർത്താവിൻ്റെ സമ്മാനമാണെങ്കിൽ എൻ്റെ ജീവിതം കർത്താവിന് ഞാൻ സമ്മാനിക്കണം. അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ വേല ചെയ്യണം. ഈ ഭൂമിയിൽ എൻ്റെ കർത്താവ് എനിക്ക് തന്ന അളക്കാനാകാത്ത വീണ്ടെടുപ്പിന് മറുവിലയായി എൻ്റെ കർത്താവിൻ്റെ വേലയിൽ ഞാൻ എന്തു ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഭാവി നിർണയിക്കുന്നതെങ്കിൽ ഞാൻ നിർബന്ധിതനാവുകയാണ് എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന്. നാം അത് ചെയ്തേ പറ്റൂ. നമ്മുടെ ആളുകളുടെ ഒരു രീതി കിട്ടാവുന്നതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ, അങ്ങോട്ടൊന്നും കൊടുക്കില്ല എന്നാണ്. അതേക്കുറിച്ചൊരു ചിന്തകൻ പറഞ്ഞത്, മൺവെട്ടിയുടെ സ്വഭാവമാണ് നമ്മുടെ ആളുകൾക്കെന്നാണ്. തൂമ്പ ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. ഇപ്പം മൺവെട്ടി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഈ ആളുകൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ചോദിച്ച ചോദ്യത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായില്ല. മൺവെട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് എല്ലാവരും പോയിട്ട് കാലം എത്രയായി? പകൽ മീറ്റിങ്ങിൽ അതേക്കുറിച്ചൊക്കെ ചിലത് സൂചിപ്പിച്ചു. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിപ്പാൻ സമയവുമില്ല. പോകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കാൻ മടിക്കുന്നവരാണ്. കർത്താവ് തനിക്കുണ്ടായിരുന്ന സകലതും നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചവനാണ്. സ്വർഗം ഉപേക്ഷിച്ചു, കോടാനുകോടിക്കണക്കിന് മാലാഖമാരുടെ സ്തുതി ആരാധനകൾ ഉപേക്ഷിച്ചു. അവൻ ആനന്ദപൂർണമായ തൻ്റെ അധികാരം ഉപേക്ഷിച്ചു. എന്നിട്ട് നരവേഷമെടുത്ത് ഈ ഭൂമിയിൽ ഒരു അനാഥനെ പോലെ തെരുവോരത്ത് പിറന്നു വീണു. കല്ലിടാവിൽ പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടു. പാവപ്പെട്ട അനാഥപ്പെണ്ണിൻ്റെ നെഞ്ചിൽ നിന്ന് അമ്മിഞ്ഞപ്പാൽ കുടിച്ചു.
ആശാരി ചെറുക്കനെ പോലെ അധ്വാനിച്ച് വളർത്തപ്പെട്ടു. 30-ാമത്തെ വയസ്സിൽ തന്റെ നിയോഗം ഏറ്റെടുത്തവൻ തെരുവിലേക്കിറങ്ങി. 3.5 കൊല്ലം അവൻ പരസ്യവേല ചെയ്ത് താൻ ആരെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. തന്റെ അവതാര ലക്ഷ്യം ലോകജനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. തനിക്കുണ്ടായിരുന്ന സർവസ്വവും പാപിക്കു വേണ്ടി അവൻ പകുത്തുവെച്ചു. ഒടുവിൽ തന്റെ പ്രാണനും തന്റെ സിരകളിൽ ഒഴുകുന്ന ചോരയും തന്റെ ജീവനും തന്റെ ജീവിതവും പാപിക്കു വേണ്ടി അവൻ അർപ്പണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മകനെ, മകളെ, നീ നശിച്ചു പോകാതിരിപ്പാൻ, നീ നരകത്തിൽ പോകാതിരിപ്പാൻ, നിന്നെ സ്വർഗാവകാശിയാക്കുവാൻ ഞാൻ എന്നെ മുഴുവനായും നിനക്ക് തന്നിരിക്കുന്നു. നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് എന്ത് തരും? ഇന്നും ജനം ദൈവത്തെ ഉപയോഗിച്ച് അവരുടെ ലൗകിക നേട്ടങ്ങൾ പിന്നെയും പോഷിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ഒരുപാട് പ്രാപിച്ചില്ലേ നമ്മൾ? ദൈവത്തിന് എന്ത് കൊടുത്തു? ദൈവത്തിൽ നിന്ന് അളക്കാനാകാത്തിടത്തോളം പ്രാപിച്ചില്ലേ നമ്മൾ? ദൈവത്തിന് എന്ത് കൊടുത്തു? സ്വപ്നം കാണാനാകുമോ? ഈ ജീവിതം പോലും ദൈവീക ദാനമാണ്. ഈ ജീവിതം പോലും ദൈവീക ദാനമാണ്. പകൽ മീറ്റിങ്ങിൽ അച്ഛൻ അത് പറഞ്ഞു. അച്ഛൻ ജനിച്ചതും വളർന്നതുമൊക്കെ വയനാട് ജില്ലയിലാണ്. എൻ്റെ അമ്മ, എൻ്റെ പ്രിയപ്പെട്ട അമ്മ 2 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. +2 അല്ല, വെറും 2 ക്ലാസ്. മുക്കിമൂളി വേദപുസ്തകം വായിക്കുന്നത് ഞാൻ ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ടുണ്ട്. അക്ഷരത്തെറ്റ് വരാതെ അമ്മ ശ്രദ്ധിക്കുമായിരുന്നു. എൻ്റെ അപ്പൻ 4 ക്ലാസ് പഠിച്ചിട്ടുണ്ട്, വെറും 4 ക്ലാസ്. എൻ്റെ അപ്പനും അമ്മയും കൂടെ മൊത്തം 6 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ചെറിയ സംഗതിയാ. ഈ പാവപ്പെട്ട അമ്മ വിവാഹാനന്തരം ആദ്യം ഗർഭിണിയായി, കുഞ്ഞ് അബോർഷനായിപ്പോയി. 2ാമത് ഗർഭിണിയായി, കുഞ്ഞ് അബോർഷനായിപ്പോയി. അന്ന് ഇതുപോലുള്ള ഇംഗ്ലീഷ് മെഡിസിൻസോ ആശുപത്രികളോ ഡോക്ടേഴ്സോ ഒന്നുമില്ല. അതും സ്ഥലം വയനാടാണ്. 60 ആണ്ട് മുമ്പത്തെ വയനാടിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മരം കോച്ചുന്ന തണുപ്പും തോട്ടപ്പുഴുവും വല്ലാത്ത ഭീകരമായ അന്തരീക്ഷവും നൂൽമഴയുമൊക്കെയുള്ള ഒരു കാലാവസ്ഥ. 3ാമത് ഗർഭം ധരിച്ചു, കുഞ്ഞ് അബോർഷനായിപ്പോയി. അപ്പോൾ അമ്മയെ ചികിത്സിച്ചിരുന്ന നാട്ടുവൈദ്യൻ എൻ്റെ അമ്മയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, മോളെ മറിയാമ്മേ, നീ എന്നോട് ക്ഷമിക്കണം. നീ ഒരു നിർഭാഗ്യവതിയാണ് കുഞ്ഞെ. ജീവനുള്ളൊരു കുഞ്ഞിനെ നീ ഒരു കാലത്തും പ്രസവിക്കില്ല. ഈ വാക്ക് കേട്ടിട്ട് എൻ്റെ അമ്മ 2ാം ക്ലാസ്സുകാരിയുടെ പ്രതികരണം കേൾക്കണം. ഇല്ല വൈദ്യരെ, ഇല്ല, ഞാൻ ജീവനുള്ള മക്കളെ പ്രസവിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആരാധിക്കുന്നത് കല്ലും മണ്ണും മരവുമല്ല, ജീവനുള്ള സത്യദൈവത്തെയാണ്. അവൻ എനിക്ക് ജീവനുള്ള മക്കളെ തരും. ആ 2 ക്ലാസ് വിദ്യാഭ്യാസമുള്ള സ്ത്രീയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ അമ്മ ജീവനുള്ള 6 മക്കളെ പ്രസവിച്ചു. അതിൽ 5 പേരിന്ന് ഭൂമിയിലുണ്ട്. ഒരു കുഞ്ഞ് 2.5 വയസ്സിൽ ലോകം വിട്ടുപോയി. അമ്മയുടെ 5 മക്കളിൽ 4 ആണും 1 പെണ്ണുമായി. ഈ 4 ആൺമക്കളും കർത്താവിൻ്റെ സുവിശേഷം ചുമക്കുന്നവരായി. ഞാൻ മുഴുവൻ സമയവും പൗരോഹിത്യ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ എൻ്റെ 2 ജ്യേഷ്ഠന്മാരും 1 അനുജനും കർത്താവിൻ്റെ വേലയിൽ വളരെ സജീവമായി നിൽക്കുന്നവരാണ്. ഈ അമ്മ ഭാഗ്യവതിയാണ്. വിശ്വാസത്തിൻ്റെ തീഷ്ണത ഓർക്കട്ടെ. ഞാൻ ഇരുന്ന് ചിന്തിക്കും, ദൈവമേ, എൻ്റെ അമ്മ 3 ചാവിള്ളകളെ പ്രസവിച്ചല്ലോ, ഞാൻ അതിലൊന്നായി പോകാമായിരുന്നല്ലോ. 4ാമതൊരു ചാവിള്ളയെ കൂടെ പ്രസവിക്കാമായിരുന്നല്ലോ, അത് ഞാനായിക്കൊള്ളാമായിരുന്നല്ലോ. പിറന്ന വിശേഷം 2.5 വയസ്സിൽ പിരിഞ്ഞുപോയില്ലേ ഒരു കുഞ്ഞ്, അത് ഞാനാകാമായിരുന്നല്ലോ. എന്നിട്ട് അതിനൊന്നും കൊടുക്കാതെ എൻ്റെ അമ്മയുടെ സ്വപ്നമായി എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച് ഗർഭപാത്രം മുതൽ ഇന്നോളം പരിപാലിച്ച ദൈവമേ, ഞാൻ ഇവിടെ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ യോഗ്യതയല്ല, നിന്റെ കൃപയാണ് ഞാൻ. അതുകൊണ്ട് എങ്ങനെ നന്ദി പറയണം? നന്ദി പറഞ്ഞാൽ തീരുമോ? ഈ ആയുസ്സിൽ ഞാൻ എന്ത് ചെയ്യണം നാഥാ നിനക്ക് വേണ്ടി? ദൈവത്തിന് പദ്ധതിയുണ്ട് ഓരോരുത്തരെ കുറിച്ചും. കിട്ടാതെ പോയതിൻ്റെ കണക്ക് പറഞ്ഞ് ദൈവത്തെ അസഹ്യപ്പെടുത്തുന്ന ജനമേ, കിട്ടിയതിന് നന്ദി പറഞ്ഞു തീർന്നിട്ടല്ലേ നീ പുതിയൊരാവശ്യം ദൈവത്തോട് പറയാനൊക്കുക? ഇത് നമ്മുടെ നിയോഗമാണ്, കർത്താവിൻ്റെ വേല. ആദിമസഭയിലെ പിതാക്കന്മാരത് അറിഞ്ഞു.
അതുകൊണ്ടവർ മാരകമായ പീഡന പരമ്പരകളിൽ ഉൾപ്പെട്ടപ്പോൾ അതിനെ ആസ്വദിക്കുകയായിരുന്നു. പച്ചമൃഗത്തെ തോലുരിച്ച തോൽ വിടർത്തിയിട്ടിട്ട് അതിനകത്തൊരു സുവിശേഷ വേലക്കാരനെ, സത്യവിശ്വാസിയെ പിടിച്ച് ചുരുട്ടി കൂട്ടി ഇരുത്തിയിട്ട് ഈ തുകൽ വലിച്ചു പിടിച്ച് തുന്നിക്കെട്ട് വെയിലത്തേക്ക് തട്ടി ഉരുട്ടിയിടുമ്പോൾ വെയിൽ കൊണ്ട് ദിനം പ്രതി ഈ പച്ചമൃഗത്തിൻ്റെ തോൽ ചുരുങ്ങി വരുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന മനുഷ്യൻ്റെ നട്ടലൊടിഞ്ഞ്, വാരിയലൊടിഞ്ഞ്, കാലിൻ്റെ അസ്ഥികളൊടിഞ്ഞ്, കൈയുടെ അസ്ഥികളൊടിഞ്ഞ്, തലയോട്ടി പൊട്ടി ഈ മനുഷ്യൻ ചുരുണ്ട് ശരീരത്തിലെ മാംസം അഴുകി ഈ തോലിൻ്റെ വിള്ളലിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകുമ്പോൾ 10-40 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു തുകൽ ബോൾ, ഇത്രയും ചെറിയൊരു തുകൽ ബോളായി മാറിയപ്പോൾ, നാളുകൾ കൊണ്ട് പീഡയേറ്റ മനുഷ്യൻ മരിച്ചപ്പോൾ ഈ തുകൽ ബോളിനകത്തിരുന്ന അയാൾ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പറഞ്ഞു, ദൈവമേ, എന്റെ ഈ മരണം അനേകരുടെ ഉദ്ധാരണത്തിനും വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും ഉതകുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. എന്തുകൊണ്ടെന്നാൽ നിന്റെ മരണമാണ് എന്റെ രക്ഷ. എനിക്കിത് ചെയ്യാതിരിക്കാൻ കഴിയില്ല നാഥ. ഞാൻ അറിയുന്നു നീ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ 1000-ൽ1 പങ്കാകില്ല ഞാൻ നിനക്ക് വേണ്ടി മരിച്ചാലും. വേല ചെയ്യാൻ കടമയുണ്ട് നമുക്ക്, പീഡന പരമ്പരകളെ ഏറ്റുവാങ്ങാൻ കടമയുണ്ട് നമുക്ക്. ആകയാൽ ഉത്തരവാദിത്വ ബോധം മറക്കണ്ട. ഊറ്റിക്കുടിച്ചാസ്വദിക്കുന്ന ജീവിതശൈലി വിട്ടിട്ട് കൊടുത്തു പഠിക്കണം കർത്താവിന് വല്ലതും. സ്തോത്രകാഴ്ചയായി പാത്രത്തിൽ നിക്ഷേപിക്കുന്നതല്ല നമ്മുടെ ജീവിത നിയോഗം. ഈ ദൈവം ഈ ആയുസ്സിൽ തന്ന സാഹചര്യങ്ങളും സാമർഥ്യങ്ങളും വിദ്യാഭ്യാസവും സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യവും ഒക്കെ ഉപയോഗിച്ച് ആവോളം ദൈവത്തിൻ്റെ വേല ചെയ്യണം. അത് മറന്നു പോകുമ്പോൾ നാം ദൈവത്തെ പരിഹസിക്കും, അവനെ വീണ്ടും വേദനിപ്പിക്കും, വീണ്ടും കുരിശേറ്റും. ഈ 4 കാരണങ്ങളാൽ ഒരാൾ കർത്താവിൻ്റെ സാക്ഷിയാകണം. ആകുന്നതെങ്ങനെ? ആദ്യം അവനെ രുചിച്ചറിയണം, പിന്നെ അവനെ പ്രസംഗിക്കണം അഥവാ സാക്ഷിക്കണം. ഹല്ലേലൂയ. ആദ്യം അവനെ രുചിച്ചറിയണം. അറിവിനെക്കുറിച്ച് ഇന്ന് പകൽ പറഞ്ഞു, അത് ഇനിയും പറയാൻ സമയവുമില്ല. ഇവിടെ പറ്റുന്നൊരു പ്രശ്നം ഈ അറിവുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യേശു എനിക്ക് ആര്? യേശു എനിക്ക് എന്ത് ചെയ്തു? എന്തുകൊണ്ട് ഞാനിപ്പോൾ യേശുവിനെ പിന്തുടരുന്നു? ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചു പോയതുകൊണ്ട്, എൻ്റെ ബാല്യം മുതൽ ഞാൻ കണ്ടുവരുന്നത് കൊണ്ട്, എന്നെ ഇങ്ങോട്ടൊക്കെ ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കൊണ്ട്, അപ്പനും അമ്മയും എന്നെ ഈ പാഠങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടൊക്കെ തുടക്കമിട്ടവരെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ യേശു എനിക്ക് ആരാണെന്ന് ഞാൻ അറിയുന്ന നിമിഷം വരെ എനിക്ക് വേദനയുണ്ടാകില്ല. ഈ അറിവാണ് എൻ്റെ ജീവിതത്തിൽ യേശുവിലേക്ക് എന്നെ ആഴപ്പെടുത്തുന്നത്. രുചിച്ചറിയണം. ഇതറിഞ്ഞവർക്ക് ക്രൈസ്തവ ജീവിതം വലിയൊരു ആസ്വാദനമാണ്. ഹല്ലേലൂയ. ഒരിക്കലും പിന്മാറാൻ പറ്റാത്ത ഒരാസ്വാദനം. ആമേൻ. അപ്പോൾ രുചിച്ചറിയുക, പ്രസംഗിക്കുക അഥവാ സാക്ഷിക്കുക. വീണ്ടും രുചിച്ചറിയുക, അത് പ്രവർത്തിക്കുക. ഹല്ലേലൂയ. പ്രസംഗവും പ്രവൃത്തിയും സമന്വയിക്കുന്നിടത്താണ് സാക്ഷിയാകുന്നത്. ആമേൻ. ഇന്ന് പ്രസംഗം ധാരാളമുണ്ട്, പ്രവർത്തിക്കുന്നില്ല. പ്രസംഗിക്കുന്നവർ വേദിയിൽ നിന്ന് മനോഹരമായി പ്രസംഗിക്കുന്നു, എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. പല ആളുകളും തിസീസുകൾ ചെയ്ത് ഡോക്ടറേറ്റ് സമ്പാദിച്ച് പേരിൻ്റെ വാലിന് നീളം കൂട്ടുന്നു. ഇവിടെ ഒരുപാട് പ്രസംഗകരുണ്ട്, പഠിതാക്കളുണ്ട്, പക്ഷേ പ്രവർത്തിക്കാൻ ആളില്ല. സുവിശേഷം പ്രസംഗിക്കപ്പെട്ടാൽ പോരാ, പ്രവർത്തിക്കപ്പെടണം. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രത്യേകത പ്രസംഗിച്ചതൊക്കെ പ്രവർത്തിച്ചു കാണിച്ചു, പ്രവർത്തിച്ചത് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ഇന്നിൻ്റെ പ്രത്യേകത പ്രസംഗം ധാരാളമുണ്ട്, പ്രവർത്തികളില്ല. പ്രവർത്തികളേ ഇല്ല, പ്രസംഗത്തിലെല്ലാം തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യ ജീവിതം ഉണ്ടാകണമെങ്കിൽ ജീവിതഗന്ധിയായി തീരണം. അത് രുചിച്ചറിവില്ലായികയാൽ ഇന്ന് സാക്ഷ്യ ജീവിതമില്ല. സകല പാപങ്ങളും മറയോ മടിയോ ഇല്ലാതെ ചെയ്യുകയാണ് ഇന്നത്തെ ക്രിസ്ത്യാനി. ഇന്നത്തെ ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിനെ ഏറ്റവും വലിയ അപമാനം. ഇന്നത്തെ ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തുന്നത്. ദ്രവ്യാഗ്രഹിയായ ക്രിസ്ത്യാനി, ആഡംബരമോഹിയായ ക്രിസ്ത്യാനി, ലോകയിമ്പങ്ങളിൽ മുഴുകുന്ന ക്രിസ്ത്യാനി, ക്രൈസ്തവ ലക്ഷ്യം മറന്നുപോയ ക്രിസ്ത്യാനി, സാക്ഷ്യം നഷ്ടപ്പെടുത്തിയ ക്രിസ്ത്യാനി, യേശുവിന് അപമാനമായി മാറിയ ക്രിസ്ത്യാനി ഞാനും നിങ്ങളുമാണെങ്കിൽ അത് മാറണം. അതാണ് കർത്താവ് എന്ന് നമ്മളോട് പറയുന്നത്. മദ്യപാനിയും മയക്കുമരുന്നിന് അടിമയുമായ ക്രിസ്ത്യാനി,
പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്നത് പാപിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ യേശു എന്ന രക്ഷിതാവ് ഒരുക്കിയ രക്ഷാപദ്ധതിയോട് ബന്ധപ്പെടുത്തുകയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്കാർക്കും നീറുന്ന നൊമ്പരമില്ലേ പ്രിയപ്പെട്ടവരെ? പാപിയെ പരിത്രാണം ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലിറങ്ങിയ യേശുവിന്റെ തിരുപ്പിറവിയുടെ തിരുനാളിന് വിറ്റഴിക്കപ്പെട്ട മദ്യത്തിന്റെ കണക്ക് പത്രങ്ങളിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനാണ് ഇത് 7 മടങ്ങായി വർദ്ധിക്കുന്നതെങ്കിൽ ക്രിസ്ത്യാനി അല്ലാതെ ആരാണ് ക്രിസ്മസിന് കുടിക്കുന്നത്? മരണത്തെ ജയിച്ച് ഉദ്ധിതനായ യേശുവിന്റെ ഉത്ഥാന പെരുന്നാൾ ആഘോഷിച്ച വേളയിൽ ആ റെക്കോർഡ് പിന്നെയും ഭേദിക്കപ്പെടുന്നുവെങ്കിൽ മലർന്നു കിടന്ന് തുപ്പുന്നു ഈ ക്രൈസ്തവ സമൂഹം. ലജ്ജാകരം, അതീവ ലജ്ജാകരം. ആരാണിത് തിരുത്തേണ്ടത്? ഇന്ന് മദ്യം ഒരു സംസ്കാരമായി മാറി. അതില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത പരിപാടിയായി മാറി. ഇന്നത് സ്റ്റാറ്റസിൻ്റെ സിമ്പിളായിരിക്കുന്നു. ദൈവമക്കളെ, സാക്ഷ്യം നഷ്ടപ്പെട്ട ക്രൈസ്തവ ജനത, ജീവിതത്തിൽ രുചിച്ചറിഞ്ഞവർക്ക് ആർക്കും ഇതിങ്ങനെ ചെയ്യാനാകില്ല. യേശുവിനെ അറിയാത്തവരാണ് ഈ തിന്മകളെ പരിപോഷിപ്പിക്കുന്നവർ. അവർക്കൊരിക്കലും സാക്ഷികളാകാൻ കഴിയില്ല. സാക്ഷിയാകണമെങ്കിൽ യേശുവിനെ അറിയുക തന്നെ വേണം. ആമേൻ. ഈ രാത്രി ആ അറിവിന് വേണ്ടി ദാഹിക്കുക പ്രിയപ്പെട്ടവരെ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഒരാളെങ്കിലും ഇന്ന് രാത്രി ഈ നിയോഗം ഏറ്റെടുത്തെങ്കിൽ ദൈവം ഇന്ന് കൃതാർത്ഥനായി. ഈ യോഗത്തിന് ശേഷം ഒരു വിലയിരുത്തലുണ്ടല്ലോ. ധാരാളം ആളുകൾ വന്നു, ശബ്ദം നല്ലതായിരുന്നു, വെളിച്ചം നല്ലതായിരുന്നു, പ്രഭാഷകന്മാരെല്ലാം സമയത്ത് വന്നു, നല്ല പ്രഭാഷണങ്ങളായിരുന്നു, അതുകൊണ്ട് യോഗം വിജയിച്ചു. ഇല്ല, ഒരിക്കലും വിജയിച്ചിട്ടില്ല. ഒരു പാപിയെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ യോഗം പരാജയമാണ്. അമ്പമ്പേ പരാജയം. ജീവിതത്തെ തിരുത്തണം, തിന്മകളിൽ നിന്ന് വിട്ടുപോരണം, പാപജീവിതത്തോട് വിട പറയണം, കർത്താവിന് അവൻ ആഗ്രഹിച്ച മറുപടി കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ തിരുത്തപ്പെടലുണ്ടാകണം. രുചിച്ചറിവില്ലാത്തത് കൊണ്ട് ആളുകൾ പാപം ചെയ്ത് ദൈവനാമത്തെ ദുഷിക്കുന്നു, സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ രുചിച്ചറിവില്ലാത്തതിനാൽ പ്രവൃത്തിയുമില്ല. സുവിശേഷം പ്രസംഗിക്കപ്പെടാനുള്ളതാണ്, അതിലുപരി അത് പ്രവർത്തിക്കപ്പെടാനുള്ളതാണ്. ഹല്ലേലൂയ. തകർന്ന ജീവിതങ്ങൾ പണിയപ്പെടണം. രോഗിക്ക് ചികിത്സയായി മാറണം സുവിശേഷം, മരുന്നായി മാറണം സുവിശേഷം, നഗ്നന് വസ്ത്രമായി മാറണം സുവിശേഷം, ബന്ധിതന് ആശ്വാസമായി മാറണം സുവിശേഷം, ദരിദ്രന് ആഹാരമായി മാറണം സുവിശേഷം, അനാഥന് അഭയമായി മാറണം സുവിശേഷം. ആകുന്നില്ലെങ്കിൽ അത് സുവിശേഷമല്ല. പന്തലിൽ കൈകൊട്ടി പാടുന്നതോ മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കുന്നതോ അല്ല ഇന്നിന്റെ ആവശ്യം. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിനപ്പുറം പ്രവർത്തിക്കപ്പെടാനുള്ളതാണ്. പ്രവർത്തിക്കപ്പെടാത്ത സുവിശേഷം സുവിശേഷമല്ല. ആർക്കെങ്കിലും ഉള്ളിൽ വേദന തട്ടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കണം. സുവിശേഷം പ്രവർത്തിക്കപ്പെടാനുള്ളതാണ്. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം തീരുന്നു. ഇന്ന് യോഗാനന്തരം നിങ്ങളുടെ പാർപ്പിടത്തിലെത്തിയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ ആ അധ്യായം മുഴുവനും വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചിട്ട് ആ വേദഭാഗം പറയുന്ന ദൈവിക ആലോചന മനസ്സിലായില്ലെങ്കിൽ രണ്ടാമതും വായിക്കണം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ മൂന്നാമതും വായിക്കണം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നതുവരെ വായിക്കണം. ഹല്ലേലൂയ. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ, ആ അധ്യായത്തിൻ്റെ അവസാനം വരെ യേശു നടത്തുന്നൊരു ന്യായവിധിയെക്കുറിച്ച് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാം പാടിയതിൻ്റെ കണക്ക്, പ്രസംഗിച്ചതിൻ്റെ കണക്ക്, കൺവെൻഷനിൽ പങ്കെടുത്തതിൻ്റെ കണക്ക്, ധ്യാനയോഗത്തിൽ പങ്കെടുത്തതിൻ്റെ കണക്ക്, പ്രിയപ്പെട്ടവരെ പള്ളിക്ക് കൊടുത്തതിൻ്റെ കണക്ക്, പള്ളി തന്നെ പണിത് കൊടുത്തതിൻ്റെ കണക്ക് നിരത്തി വച്ചാൽ സ്വർഗകവാടം തുറക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. കവാടം തുറക്കുന്നതിൻ്റെ മാനദണ്ഡം ആ വേദഭാഗത്തുണ്ട്. വീട്ടിൽ ചെന്ന് വായിക്കണം. സാക്ഷികളാകേണ്ടത് എങ്ങനെയെന്ന് അപ്പോഴറിയാം. ധൂർത്തടിക്കപ്പെടുന്ന പണത്തിന്
നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്വർഗത്തിലൊരു ദൈവമുണ്ട്, അവനെല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ജീവിതത്തെ തിരുത്തുക. ക്രിസ്ത്യാനി ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കട്ടെ. അതാണ് സാക്ഷ്യം. കഴിഞ്ഞ നാളിൽ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. കർത്താവ് അത് കണ്ടിട്ടുണ്ട്, കണക്കെഴുതിയിട്ടുണ്ട്. അവൻ ആർക്കും കടക്കാരനായിരുന്നിട്ടില്ല, അവന് അങ്ങനെ ഇരിക്കുകയുമില്ല, ഉത്തരം തരും. ആകയാൽ നമുക്ക് ശക്തിയെ പുതുക്കാം, നമുക്ക് ബലപ്പെടാം, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാം, കർത്താവിൻ്റെ വേല ആവോളം ചെയ്യാം. ഈ കർത്താവ് ഏകരക്ഷകനാകയാൽ അവനെ ലോകത്തിൻ്റെ മുമ്പിൽ വിളംബരം ചെയ്യാം. അത് നമ്മുടെ കുടുംബജീവിതത്തിലൂടെ, സമൂഹ ജീവിതത്തിലൂടെ, ക്രയവിക്രയങ്ങളിലൂടെ, നമ്മുടെ നടപ്പിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ ജീവിത ക്രമീകരണങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്താം. യഥാർത്ഥ സാക്ഷികളായി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വെളിപ്പെടാം. ഈ ആണ്ടിലെ കൺവെൻഷൻ അതിനുതകട്ടെ. ഇങ്ങനൊരു വിലപ്പെട്ട ചിന്താവിഷയം ഈ കൺവെൻഷന് തിരഞ്ഞെടുത്തവരെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാൽ ഈ പ്രഘോഷിക്കപ്പെടുന്ന വചനം മാർക്കിട്ട് മടങ്ങാനുള്ള ഒന്നായി മാറരുത്. ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടായിട്ടുണ്ടാകണം. ആ വേദനകൾ ക്രിയ ചെയ്യട്ടെ. ഏതു വേദനയും ഫലമുളവാക്കും. അതുകൊണ്ട് ജീവിതത്തെ തിരുത്തുക. നമുക്കൊരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ പാദപീഠത്തിൽ, നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ നീ കൊണ്ടുവന്നിരുത്തിയതാണ് ഞങ്ങളെ. നിൻ്റെ അതിശ്രേഷ്ഠമായ പദ്ധതി ഞങ്ങളെ ഓർമ്മപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും ഞങ്ങളുടെ ഉള്ളുലയ്ക്കുന്ന ചിന്തകളാണ് പകുത്തുവെച്ചതെന്ന് ഞങ്ങളിപ്പോഴറിയുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ ആഗ്രഹങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തി കേൾപ്പിച്ചത്. പലപ്പോഴും ഞങ്ങൾ നിൻ്റെ പദ്ധതിയിൽ നിന്ന് ഒരുപാട് പുറത്താണ്. നിൻ്റെ ആഗ്രഹങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നവരാ. ഞങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരാ. ഞങ്ങൾക്ക് നിൻ്റെ പേര് വേണം, ഞങ്ങൾക്ക് നിന്നിൽ പ്രശസ്തി വേണം. പക്ഷെ നിൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾ മാനിച്ചിട്ടില്ല. പിഴ പറ്റിയിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ തിരുത്തപ്പെടാൻ കാഹളമൂതിയ ദൈവമേ, ഈ കേട്ട വചനം ഇന്ന് രാത്രി ക്രിയ ചെയ്യട്ടെ. ഇത് കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ ഉള്ളുലയട്ടെ. ഈ ജനം വാസ്തവമായിട്ട് നിലവിളിക്കട്ടെ. ഈ ജനം മാനസാന്തരപ്പെട്ടുകൊള്ളട്ടെ. ഇന്നു മുതൽ ജീവിതത്തിൽ ഒരു വ്യക്തത കൈവരട്ടെ. കർത്താവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ജീവിച്ച് കർത്ത പദ്ധതിയെ എന്നേക്കുമായി നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. ദൈവമേ, അവിടുന്ന് മാത്രം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.